ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. KV അനിൽ എഴുതിയ നോവൽ DNA. അധ്യായം 8. 18 വണ്ടികളുടെ ഹെഡ്ലൈറ്റിൻ്റെ പ്രകാശത്തിൽ ഹൈവേയിൽ സൂര്യൻ ഉദിച്ച തെളിച്ചമായിരുന്നു. ചന്ദ്രമൗലി ലോറിയിൽ നിന്ന് ചാടിയിറങ്ങി. ഒരു പെൺകുട്ടിയും ചെറുപ്പക്കാരനും ലോറികൾക്ക് നേരെ കുതിച്ചു വരുന്നത് കണ്ടു. മറ്റ് ചേസുകളിലെ തമിഴ് ഡ്രൈവർമാരും ചാടിയിറങ്ങിക്കഴിഞ്ഞിരുന്നു. ടാറ്റ സഫാരിയിൽ നിന്നിറങ്ങിയ ഗോപിക്കുട്ടനും ദേവരാജനും അക്ബർ അലിയും ചന്ദ്രമൗലിക്ക് പിന്നിലേക്ക് പാഞ്ഞു വന്നു. മൗലി, എന്താ? ചന്ദ്രമൗലി ഒന്നും പറയാതെ മുന്നിലേക്ക് വിരൽ ചൂണ്ടി. പാഞ്ഞു വന്ന പെൺകുട്ടിയും യുവാവും ചന്ദ്രമൗലിക്ക് തൊട്ടു മുൻപിലെത്തിയിരുന്നു. കാട്ടുതീയിൽപ്പെട്ട് രക്ഷപ്പെട്ട് കുതിറിപ്പാഞ്ഞു വരുന്ന മൃഗങ്ങളെപ്പോലെയായിരുന്നു അവർ. രക്ഷിക്കണം. ചെറുപ്പക്കാരൻ തൊഴുകയോടെ ചന്ദ്രമൗലിയെ നോക്കി. കൊല്ലും അവർ ഞങ്ങളെ. ആര്? ചന്ദ്രമൗലിയുടെ പുരുകമുയർന്നു. അവര്. ചെറുപ്പക്കാരന് കിതപ്പുകൊണ്ട് വാക്കുകൾ കിട്ടുന്നില്ലായിരുന്നു. ഒരു സ്കോർപിയോ എതിർദിശയിൽ നിന്ന് പാഞ്ഞു വരുന്നത് കണ്ടു. അടുത്ത നിമിഷം അത് റോഡിൽ സഡൻ ബ്രേക്ക് ഇട്ടു നിന്നു. വണ്ടിയുടെ മൂക്ക് ആയത്തിൽ തറമുട്ടിയെന്ന് ചന്ദ്രമൗലിക്ക് തോന്നി. റോഡിലെ വാഹനവ്യൂഹവും ആൾക്കൂട്ടവും കണ്ടിട്ടാവണം സ്കോർപിയോ റോഡിൽ വട്ടം തിരിഞ്ഞു. അടുത്ത നിമിഷം അത് വന്ന ദിശയിലേക്ക് പാഞ്ഞുപോയി. ചെറുപ്പക്കാരനെയും പെൺകുട്ടിയെയും തേടി വന്നവരാണ് അതെന്ന് ചന്ദ്രമൗലിക്ക് മനസ്സിലായി. അടുത്ത നിമിഷം ചന്ദ്രമൗലിയുടെ ഇമകൾ ഒന്നുകൂടി വെട്ടി. ചെറുപ്പക്കാരന് പിന്നിൽ മുഖം ഒളിപ്പിച്ചു നിന്ന പെൺകുട്ടിയെ നല്ല പരിചയം തോന്നി. ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. ഇത്തവണ ചന്ദ്രമൗലി ശരിക്കും അമ്പരന്നു പോയി. നീ? ചന്ദ്രമൗലി പെൺകുട്ടിയെ തുറച്ചു നോക്കി. നീ ശരണ്യയല്ലേ? പൂപ്പതി രാമണ്യയുടെ മകൾ ശരണ്യ. ഗോപിക്കുട്ടനും ദേവരാജനും അക്ബർ അലിയും അമ്പരന്നു പോയി. എന്താ മോളെ കോള്? ചന്ദ്രമൗലിയുടെ ചുണ്ടിൻ്റെ കോണിൽ ഒരു ചിരിയുണ്ടായി. നടുപ്പാതിരയ്ക്ക് എന്നതാ മോളെ നടുറോഡിൽ കോള്? ഒളിമ്പിക്സിൽ നിന്ന് ഓടി വരുവാണോ രണ്ടുപേരും? ഒന്ന് നിർത്തി ചന്ദ്രമൗലി ശരണ്യെ നോക്കി. നിനക്കെന്നെ മനസ്സിലായോ? മൗലി. ശരണ്യയുടെ ചുണ്ടുകൾ വിതുമ്പി. ഞങ്ങളെ രക്ഷിക്കണം. രക്ഷിക്കാനോ? ഞാനോ? പൂപ്പതി രാമണ്ണയുടെ മകളെയോ? എടി. ചന്ദ്രമൗലിയുടെ മുഖം മാറി. രാജവെമ്പാലയുടെ മോളെ. രാത്രിയിലെ ഈ തെരുവു നാടകത്തിൻ്റെ അർത്ഥം. ചന്ദ്രമൗലിയെ കെണിവെച്ച് പിടിക്കാൻ നിന്റെ തന്തയ്ക്ക് വേണ്ടി ഇറങ്ങിയതാണോ നീ? ഗോപിക്കുട്ട. ചന്ദ്രമൗലി തിരിഞ്ഞു. രണ്ടിനെയും പിടിച്ചു മാറ്റിയിട്ട് വണ്ടി എടുക്കണ. അപ്പനു വേണ്ടി അരയിൽ ബെൽറ്റ് ബോംബും കെട്ടിയായിരിക്കും മോളുടെ വരവ്. ചന്ദ്രമൗലി തിരിഞ്ഞതും ശരണ്യ ഒന്ന് പിടഞ്ഞു. പിന്നെ ഒരേങ്ങലോടെ ചന്ദ്രമൗലിയുടെ കാൽക്കലേക്ക് വീണു. പ്ലീസ്, ദൈവത്തെ ഓർത്ത് ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഒന്ന് വിശ്വസിക്കെന്നെ. ഒരു നിമിഷത്തേക്ക് ചന്ദ്രമൗലി പകച്ചുപോയി. നീ എണീക്ക്. എണീക്കു വച്ചേ. ഇല്ല. ചന്ദ്രമൗലിയുടെ കാലുകളിലെ ശരണ്യയുടെ പിടി ഒന്നുകൂടി മുറുകി. ഞങ്ങളെ രക്ഷിക്കാമെന്ന് പറയാതെ, ഞങ്ങളെ സഹായിക്കാമെന്ന് പറയാതെ ഞാൻ എണീൽക്കില്ല. അറുവുകാട് വീട്ടിലെ ഉണ്ണിമോളാണ് ചന്ദ്രമൗലിയുടെ കാൽച്ചുവട്ടിലിരുന്ന് ഇങ്ങനെ യാചിക്കുന്നതെന്ന് കരുതിയാൽ മതി. ഒരു നിമിഷത്തേക്ക് ചന്ദ്രമൗലിയുടെ നെഞ്ചൊന്ന് പിടഞ്ഞുപോയി. മൗലി പ്ലീസ്, ഐ ബെഗ് യു. ഒരു നിമിഷം മിഴികളടച്ച് ചന്ദ്രമൗലി അങ്ങനെ നിന്നു. പിന്നെ തല താഴ്ത്തി ശരണ്യെ നോക്കി. നീ പറയുന്ന കാര്യം സത്യസന്ധമാണെങ്കിൽ, ഒരു തരി പോലും കള്ളം അതിലില്ലെങ്കിൽ, ജീവൻ തന്നും മൗലി നിങ്ങളെ സഹായിച്ചിരിക്കും. ഇത് ചന്ദ്രമൗലിയുടെ വാക്കാ. ചന്ദ്രമൗലി ഒന്ന് നിർത്തി. അതല്ല, എന്നെ ചതിക്കാനായി മെനഞ്ഞെടുത്ത ഒരു കഥയുമായിട്ടാണ് നീ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നതെങ്കിൽ രണ്ടിൻ്റെയും കഴുത്ത് കണ്ടിച്ച് തിരുമംഗലം ഡാമിൽ എറിഞ്ഞിട്ടേ മൗലി അതിർത്തി കടക്കൂ. ഇതും ചന്ദ്രമൗലിയുടെ വാക്കാ. ശരണ്യയുടെ കണ്ണുകളിൽ ഒരു തെളിച്ചമുണ്ടായി. അവൾ പിടഞ്ഞെണീറ്റു. പിന്നെ ചന്ദ്രമൗലിയെ നോക്കി കൈകൂപ്പി. ദൈവമ്മ മൗലിയെ ഇപ്പോൾ ഇവിടെ എത്തിച്ചത്. അല്ലെങ്കിൽ അവർ ഞങ്ങളെ കൊന്നേനെ. ആര്? ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷമാണ് ശരണ്യ പറഞ്ഞത്. എൻ്റെ അച്ഛൻ്റെ ആളുകൾ തന്നെയാ. അച്ഛൻ്റെ റൈറ്റ് ഹാൻഡായ ദ്രാവിഡമണി അയച്ച ആളുകൾ. ചന്ദ്രമൗലിയും കൂട്ടരും ഞെട്ടിപ്പോയി. നീ എന്താ തമാശ പറയുകയാണോ? ചന്ദ്രമൗലി ശരണ്യയെ തുറച്ചു നോക്കി. പൂപ്പതി രാമണ്ണ എന്തിന് മകളെ കൊല്ലാൻ ശ്രമിക്കണം? എനിക്കറിയാം. അയാളുടെ ജീവനാ നീ. പൂപ്പതി രാമണ്ണ എന്ന നരഭോജി ഈ ലോകത്ത് ആരെയെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് നിന്നെ മാത്രമാണെന്നും അറിയാം. അവർക്ക് വേണ്ടത് എൻ്റെ ജീവനാ. അതുവരെ മിണ്ടാതെ നിന്ന ചെറുപ്പക്കാരൻ ഇടപെട്ടു. നീ? ഞാൻ ആസാദ്. ആസാദ് അബ്ദുൽ കലാം എന്ന മുഴുവൻ പേര്. വീട് മലപ്പുറത്താ. ഞങ്ങൾ തമ്മിൽ പ്രേമമാണെന്ന് പറയാതെ തന്നെ എനിക്കറിയാം മോനെ. ഞാനും ഇപ്പോൾ അതേ കോഴ്സിന് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുക. ഷർട്ടിൻ്റെ കോളർ പിന്നിലേക്ക് പിടിച്ചിട്ടുകൊണ്ട് ചന്ദ്രമൗലി തിരിഞ്ഞു. ഇപ്പോൾ എനിക്ക് കഥ മുഴുവൻ മനസ്സിലായി. മകളുടെ പ്രണയം പൂപ്പതി രാമണ്ണ അറിഞ്ഞിരിക്കുന്നു. കാമുകനെ തട്ടാൻ ഒരു ടീം നേരെ കോയമ്പത്തൂർക്ക്.
പ്രാണരക്ഷാർത്ഥം ഓടി വന്ന രണ്ടുപേരും എൻ്റെ മുൻപിൽ. ഞാൻ എന്തു ചെയ്യണം മോളെ? ചന്ദ്രമൗലി നേർത്ത ഒരു ചിരിയോടെ ശരണ്യെ നോക്കി. രണ്ടാളെയും തൂക്കിയെടുത്തു കൊണ്ടുപോയി ഭൂപതി രാമണ്ണയുടെ മുൻപിലിട്ട് കൊടുക്കണോ? അതോ നിന്നെ കൊണ്ടുപോയി അറവുകാട്ടെ ഒരു ഗോഡൗണിൽ വെച്ച് രാമണ്ണയെ വിളിച്ചു വരുത്തി മുട്ടുകുത്തിക്കണോ? ഞങ്ങളെ രക്ഷിക്കണം മൗലി, ഞങ്ങൾക്കൊന്നിച്ച് ജീവിക്കണം. പിരിയാൻ മാത്രം പറ്റത്തില്ല ഞങ്ങൾക്ക്. ശരണ്യ കൈകൂപ്പി ഏങ്ങലടിച്ചു. മരണത്തേക്കാൾ ഭീകരമാ ഞങ്ങൾക്കത്. ഇന്ന് രാത്രി ചെന്നൈക്ക് പോവാനായിരുന്നു ഞങ്ങളുടെ പദ്ധതി. ആസാദ് ചന്ദ്രമൗലിയെ നോക്കി. എന്തെങ്കിലും ജോലി ചെയ്ത് എവിടെങ്കിലും ഒളിച്ച് ജീവിക്കാൻ അല്ലേ? ചന്ദ്രമൗലിയുടെ ചുണ്ടിൻ്റെ കോണിൽ ഒരു ചിരിയുണ്ടായി. ഒളിച്ച് ജീവിക്കാൻ നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഒരു പെണ്ണിനെ പ്രേമിച്ചാൽ അവളെ ഒപ്പം നിർത്താനും പൊതിഞ്ഞു പിടിക്കാനും സംരക്ഷിക്കാനുമുള്ള ചങ്കുറപ്പ് വേണം. അല്ലാതെ അവളെയും കൊണ്ട് നാട് വിട്ട് വേഷം മാറി ജീവിക്കുകയല്ല വേണ്ടത്. ശരണ്യെ, ചന്ദ്രമൗലി വിളിച്ചു. എന്തോ? നനഞ്ഞ കണ്ണുകൾ തിരിച്ച് ശരണ്യ ചന്ദ്രമൗലിയെ നോക്കി. കാര്യം രാജവെമ്പാലയുടെ മകളെന്ന് ഞാൻ പറഞ്ഞെങ്കിലും ആ കുടുംബത്തിൽ കുറച്ചെങ്കിലും നന്മയുള്ള ഒരാൾ നീയാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ചോദിക്കുക. ചന്ദ്രമൗലി ഒന്ന് നിർത്തി. നീ ആലോചിച്ചെടുത്ത തീരുമാനമാണോ ഇത്? അതോ നാളെ നിന്റെ അച്ഛനെയും അച്ഛൻ്റെ ഗുണ്ടാപ്പട്ടാളത്തെയും കാണുമ്പോൾ ഭയന്ന് തീരുമാനം മാറ്റുമോ? ഇല്ല. കനൽപ്പൊടി വീണതുപോലെ ശരണ്യയുടെ കണ്ണുകൾ ഒന്ന് തിളങ്ങി. തീരുമാനം എടുത്താൽ അത് അതേപടി നടപ്പാക്കുന്ന അച്ഛൻ്റെ മകള് തന്നെയാ ഞാനും. ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കരുത് എന്നാണ് അച്ഛൻ്റെ തീരുമാനമെങ്കിൽ ഒന്നിച്ച് ജീവിക്കും എന്നാണ് എൻ്റെ തീരുമാനം. ശരണ്യയുടെ മിഴികളിലേക്ക് നോക്കി ചന്ദ്രമൗലി നിന്നു. അവളുടെ കണ്ണുകളിൽ നിന്ന് വായിച്ചെടുക്കാമായിരുന്നു അവൾ എടുത്തിരിക്കുന്ന തീരുമാനത്തിൻ്റെ സത്യസന്ധതയും ഉറപ്പും. എൻ്റെ ഉണ്ണിമോളെപ്പോലെ കാണണമെന്ന നീ എന്നോട് പറഞ്ഞത്. എൻ്റെ ഉണ്ണിമോൾ ഇങ്ങനെ വഴിയിൽ നിന്ന് കരയുന്നത് എനിക്കിഷ്ടമല്ല. ഗോപിക്കുട്ട. ചന്ദ്രമൗലി തിരിഞ്ഞ് ഗോപിക്കുട്ടനെ നോക്കി. ഇവരെ സഫാരിയിൽ കയറ്റ്. നമ്മുടെ കൂടെ ഇവർ പോന്നെന്ന് ശത്രുക്കൾക്ക് തോന്നരുത്. മനസ്സിലായി. ഗോപിക്കുട്ടൻ തല കുലുക്കി. ചെല്ല്. ചന്ദ്രമൗലി ശരണ്യെ നോക്കി. പേടിക്കണ്ട, മൗലിക്കും ഒരു വാക്കേയുള്ളൂ. ഉയിരുകൊടുത്തും നിങ്ങളെ ഞാൻ രക്ഷിക്കും. പൊട്ടിയൊഴുകുന്ന മിഴികൾ തിരിച്ച് ശരണ്യ ചന്ദ്രമൗലിയെ ഒന്നുകൂടി നോക്കി. പിന്നെ ആസാദിൻ്റെ കയ്യിൽ പിടിച്ച് ടാറ്റ സഫാരിക്ക് നേരെ നടന്നു. ഒരു നിമിഷം കൂടി ചന്ദ്രമൗലി അങ്ങനെ നിന്നു. ഭൂപതി ഗ്രൂപ്പുമായി ഒരു നേർക്കുനേർ ഏറ്റുമുട്ടൽ നാളെ തുടങ്ങുമെന്ന് ചന്ദ്രമൗലിക്ക് ഉറപ്പായിരുന്നു. തലയിലെ ചുവന്ന തുണി ചന്ദ്രമൗലി ഒന്നുകൂടി മുറുക്കിക്കെട്ടി. പിന്നെ ലോറിയുടെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. വണ്ടികളുടെ ചക്രങ്ങൾ വീണ്ടും ഉരുണ്ടു തുടങ്ങി. വെളുപ്പിന് 2:30 മണി. ഭൂപതി ബംഗ്ലാവിൻ്റെ മുന്നിലേക്ക് ഒരു ടൊയോട്ട ക്വാളിസ് വാൻ വെള്ളിടി പോലെ വന്നു നിന്നു. രഘുപതി അതിൽ നിന്ന് ചാടിയിറങ്ങി വരാന്തയിലേക്ക് കയറി. ഹാളിനകത്ത് നിന്ന് ദ്രാവിഡമണിയും ഭൂപതി രാമണ്ണയും കാർത്തികേയനും വീരബാഹുവും കുതിച്ചിറങ്ങി വരുന്നുണ്ടായിരുന്നു. നായിൻ്റെ മോനെ. വന്നപാടെ ദ്രാവിഡമണി രഘുപതിയുടെ കവിളടക്കം ഒന്ന് പൊട്ടിച്ചു. നിലതെറ്റി വരാന്തയിൽ നിന്ന് പൂച്ചെട്ടികൾക്കിടയിലേക്ക് വീഴാൻ പോയ രഘുപതിയെ ഷർട്ടിൽ പിടിച്ച് ദ്രാവിഡമണി നിർത്തി. രഘുപതിയുടെ വലത്തെ കടവായിലൂടെ തേരട്ട ഇഴഞ്ഞിറങ്ങുന്നത് പോലെ ചോരയുടെ ഒരു കറുത്ത ചാൽ താഴേക്ക് ഒഴുകി തുടങ്ങിയിരുന്നു. രഘുപതിയുടെ തന്നെ ഷർട്ടിൻ്റെ കോളർ ഉയർത്തി മണി അത് തുടച്ചു. ജസ്റ്റ് മിസ്സായി എന്ന് അല്ലേ? എന്നിട്ട് അവര് എവിടേക്ക് പോയി എന്നാ നിന്റെ ആളുകൾ പറയുന്നത്? തെരയുക. വയൽ നിറഞ്ഞ ഉമിനീരും ചോരയും രഘുപതി മുറ്റത്തേക്ക് തുപ്പി. ദ്രാവിഡമണി പിടിവിടുമ്പോൾ രഘുപതി വീഴാതെ തൂണിൽ ചാരി നിന്നു. തെരയുവന്ന് അവൻ്റെയൊക്കെ തന്തമാരെ. ദ്രാവിഡമണി അരിശത്തോടെ കാവിമുണ്ട് മടക്കി കുത്തി. ആദ്യം ആസാദ്, അത് കഴിഞ്ഞ് ചന്ദ്രമൗലി. 2 അസൈൻമെൻറ്റും കൂടി ക്ലബ്ബ് ചെയ്ത് കൃത്യമായി സ്കെച്ച് ചെയ്ത് ചാർട്ട് ചെയ്ത് വിട്ടതാ. എന്നിട്ട് ഇതിപ്പോൾ ഒരെണ്ണം പൊളിഞ്ഞതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് രണ്ടാമത്തേതും തീർന്നു. സാരമില്ല മണി. ഭൂപതി രാമണ്ണ ദ്രാവിഡമണിയുടെ ചുമലിൽ കൈവച്ചു. ശരണ്യമോളെ നാളെ ഉച്ചയാവുമ്പോഴേക്കും കോയമ്പത്തൂരിൽ നിന്ന് ഇങ്ങു വരുത്താം. ഞാൻ അല്പം മുൻപേ കൂടി അവളെ വിളിച്ചു. വിളിച്ചപാടെ ഒരു ബെല്ലടിച്ച് തീരും മുൻപ് തന്നെ അവൾ ഫോണെടുത്തു. ഹോസ്റ്റലിലാണെന്നും പറഞ്ഞു. ആ ഭാഗം ഓക്കെയാ? ഓക്കെ അല്ല. ഇടതു ചെവിക്കുള്ളിൽ അണിവിരലിട്ട് ദ്രാവിഡമണി തിരിച്ചു. വെളുപ്പാൻ കാലത്ത്, അതും 2 മണിക്ക് ഏത് മകളാ അപ്പൻ്റെ കോൾ കാത്ത് ഫോണിലേക്ക് കണ്ണുനട്ടിരിക്കുന്നത്? ഒറ്റ ബെല്ലടിക്കും മുൻപ് ഫോൺ എടുത്തു പോലും. അപ്പോൾ കാർത്തികേയൻ്റെ കണ്ണുകളിൽ ഒരു നടുക്കമുണ്ടായി. അതുതന്നെ. ദ്രാവിഡമണിയുടെ ചുണ്ടിൻ്റെ കോണിൽ ഒരു ചിരിയുണ്ടായി. ആസാദ് എന്ന പയ്യനും നിങ്ങളുടെ പെങ്ങളും ഒന്നിച്ചുണ്ടെന്ന് ഇപ്പോഴും. ദ്രാവിഡമണി ഒന്ന് നിർത്തി. ആസാദിനെ അറ്റാക്ക് ചെയ്ത രഘുപതിയുടെ പിള്ളേര് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അവൻ്റെ കൂടെ ഒരു പെൺകുട്ടിയുണ്ടായിരുന്നുവെന്ന്. അത് അവൻ്റെ വേറെ ഏതെങ്കിലും ഒരു ഗേൾഫ്രണ്ട്? കാർത്തികേയൻ വിക്കി.
ഇത്രയും നല്ലൊരു കാമുകിയുള്ളപ്പോൾ അവന് എന്തിനാ കാർത്തി വേറൊരു ഗേൾഫ്രണ്ട്? അത് നമ്മുടെ കുട്ടി തന്നെയാ ശരണ്യ, എനിക്കുറപ്പാ. അല്ലേ, അതിപ്പോൾ എങ്ങനെ ശരിയാവും? വീരബാഹു പിടിച്ചു നിൽക്കാൻ ഒരു ശ്രമം നടത്തി. 7 മണിക്ക് മുൻപ് അവൾക്ക് ഹോസ്റ്റലിൽ കയറണം. പിന്നെ ദ്രാവിഡമണി ചുണ്ടുകൂട്ടി. 7 മണിക്ക് ഹോസ്റ്റലിൽ കയറി. ഇവിടെ 4 മണിക്ക് നിർമ്മാല്യം തൊഴുത് 7:30 ദീപാരാധനയും കണ്ട് ഭൂമിയെപ്പോലും നോവിക്കാതെ നടന്ന നിങ്ങളുടെ പെങ്ങള് തന്നെയാ ഇപ്പം ഒരു അന്യജാതിക്കാരനെ പ്രേമിച്ച് കെട്ടാൻ പോകുന്നതും നാളെ അവൻ്റെ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നതും. അടിയേറ്റതുപോലെ രാമണ്ണയുടെയും മക്കളുടെയും മുഖം വിളറിപ്പോയി. നമ്മളിനി എന്തു ചെയ്യും മണി? എന്തു ചെയ്യും പറയ്? എന്തായാലും നേരം വെളുക്കട്ടെ. ദ്രാവിഡമണി പതിയെ തിരിഞ്ഞു. എന്നിട്ട് പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ തിരിഞ്ഞ് രാമണ്ണയെ വീണ്ടും നോക്കി. രാമണ്ണ സാറേ, ശരണ്യെ വേണം എന്ന് സാറിന് നിർബന്ധമുണ്ടോ? എന്നുവെച്ചാൽ ആ ചോദ്യത്തിൻ്റെ അർത്ഥം രാമണ്ണയ്ക്കും മക്കൾക്കും മനസ്സിലായില്ല. എന്തിനാ സാറേ ഇത്തരം മക്കള്? ജന്മം നൽകിയ തന്തയ്ക്കിട്ട് തന്നെ പണിയുന്ന മക്കളെ തീർത്തു കളഞ്ഞേക്കണം. കൊടുത്ത ജന്മവും ജീവിതവുമൊക്കെ നമ്മൾ തന്നെ ഇങ്ങ് തിരിച്ചെടുക്കണം. ചില സമയങ്ങളിൽ ദൈവത്തിൻ്റെ ജോലിയിൽ കുറച്ച് നമ്മൾ ചെയ്താലേ പറ്റൂ. രാമണ്ണ ഒന്നുലഞ്ഞു. ഞാൻ പറഞ്ഞെന്നേയുള്ളൂ. നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇത് ചെയ്തേനെ എന്ന് പറഞ്ഞതാ. ദ്രാവിഡമണി തിരിഞ്ഞു. പിന്നെ രഘുപതിയെ നോക്കി. പോയി ഒരു കവിൾ ബ്രാൻഡി വായിൽ പിടിച്ചു നിൽക്കട മറ്റവനെ. രാവിലത്തേക്ക് മുറിവുണങ്ങും. ചോരയും ഒലിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നു. രഘുപതി തിരിഞ്ഞ് മുറ്റത്തേക്കിറങ്ങി. വാച്ചിൽ നോക്കിയിട്ട് ദ്രാവിഡമണി കാർത്തികേയനെയും വീരബാഹുവിനെയും നോക്കി ചിരിച്ചു. 6 മണി വരെ 3 മണിക്കൂർ കിടന്നുറങ്ങിക്കോ ആങ്ങളമാര്. ഇനി ചിലപ്പോൾ അങ്ങോട്ട് ഉറങ്ങാനേ പറ്റിയെന്ന് വരില്ല. രാവിലെ 10:30 ജയമോഹൻ തമ്പിക്കാണ് ആദ്യം വിവരം ചോർന്നു കിട്ടിയത്. പൂപ്പതി രാമണ്ണയുടെ മകൾ ശരണ്യയുടെ വിവാഹം മലപ്പുറത്തെ ഒരു മുസ്ലിം പയ്യനുമായി മുതലമടയിലെ സബ് രജിസ്ട്രാർ ഓഫീസിൽ നടക്കുന്നു. വിവാഹം നടത്തിക്കൊടുക്കുന്നത് അറവുകാട് ശിവശങ്കരൻ. സംരക്ഷണ ചുമതല ചന്ദ്രമൗലിക്ക്. ഫോൺ പിടിച്ചിരുന്ന ഉള്ളംകൈ വിയർപ്പിൽ കുതിരുന്നത് ജയമോഹൻ തമ്പി അറിഞ്ഞു. തനിക്ക് പൂപ്പതി ഗ്രൂപ്പുമായി ഒരു പ്രശ്നവുമില്ലാഞ്ഞിട്ടും നടന്ന കാര്യത്തെക്കുറിച്ച് ഓർത്തപ്പോൾ ജയമോഹൻ തമ്പിക്ക് ഒരു ഉൾക്കിടിലമുണ്ടായി. നടക്കാൻ പോകുന്നത് ഇനി തെരുവു യുദ്ധമാണ്. അഴുക്കുചാലുകൾ ബ്ലഡ് ബാങ്കുകളായി മാറും. ഒരു നിമിഷം ജയമോഹൻ തമ്പി അങ്ങനെയിരുന്നു. പിന്നെ ഫോൺ ബുക്കിൽ കാർത്തികേയൻ്റെ നമ്പർ തിരഞ്ഞു. സബ് രജിസ്ട്രാർ ഓഫീസിലെ രജിസ്റ്റർ ബുക്കിൽ ഒപ്പിടുകയായിരുന്നു ആസാദും ശരണ്യയും. പിന്നെ പരസ്പരം മാല ചാർത്തി. സാക്ഷികളുടെ സ്ഥാനത്ത് ചന്ദ്രമൗലിയും ഗോപിക്കുട്ടനും ഒപ്പിട്ടു. 2 പേർക്കും പുതുവസ്ത്രങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നത് ചന്ദ്രമൗലിയായിരുന്നു. ആഭരണങ്ങളൊന്നും വേണ്ടെന്ന് ശരണ്യയ്ക്ക് നിർബന്ധമായിരുന്നു. സബ് രജിസ്ട്രാർ ഓഫീസിൻ്റെ വരാന്തയിൽ അറവുകാട് ശിവശങ്കരൻ നിൽപ്പുണ്ടായിരുന്നു. മൈതാനം പോലെ വിശാലമായ മുറ്റത്ത് അറവുകാട് ഗ്രൂപ്പിൻ്റെ 8ഓളം വാഹനങ്ങൾ. വെറ്റിലയും അടക്കയും വെള്ളിത്തൊട്ടുമായി ശരണ്യ ശിവശങ്കരൻ്റെ നേരെ ചെന്നു. അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് എന്നെ അനുഗ്രഹിക്കണം. പുഞ്ചിരിയോടെ ശിവശങ്കരൻ ദക്ഷിണ വാങ്ങി. ശരണ്യ കുനിഞ്ഞ് ശിവശങ്കരൻ്റെ കാലിൽ തൊട്ടു. അടുത്ത നിമിഷം ഒന്നിനു പുറകെ ഒന്നായി 10 വാഹനങ്ങൾ ചീറി വന്നു. വാഹനങ്ങൾ 4 വശത്തേക്കും തിരിഞ്ഞു നിന്നു. മുൻപിൽ വന്നത് റെനോൾട്ടിൻ്റെ ബ്രൗൺ നിറത്തിലുള്ള സ്പോർട്സ് യൂട്ടിലിറ്റി വെഹിക്കിളായ ഡസ്റ്റർ ആയിരുന്നു. അതിൻ്റെ മുൻസീറ്റിൽ തന്നെ രാമണ്ണയുണ്ടായിരുന്നു. കാറിൽ നിന്ന് ഇറങ്ങും മുമ്പ് തന്നെ രാമണ്ണ കണ്ടു. കല്യാണ വേഷത്തിൽ തൻ്റെ മകൾ ശരണ്യ. അതും ആ ജന്മശത്രുവിൻ്റെ കാൽ തൊട്ടു വന്നിച്ച്. ഗർജിച്ചുകൊണ്ട് രാമണ്ണ പുറത്തേക്കിറങ്ങി. ശിവശങ്കര! മാലപ്പടക്കം പൊട്ടുന്ന ശബ്ദത്തിൽ മറ്റു വാഹനങ്ങളുടെ ഡോറുകൾ തുറന്നടഞ്ഞുകൊണ്ടിരുന്നു. അധ്യായം 8. ശരണ്യെ! പൂപ്പതി രാമണ്ണയുടെ മിഴികൾ എരിയുന്നുണ്ടെന്ന് തോന്നി. ഡസ്റ്റർ വാനിൻ്റെ പിൻ ഡോറുകൾ തുറന്ന് കാർത്തികേയനും വീരബാഹുവും ചാടിയിറങ്ങി. എടി! കാർത്തികേയൻ കുതിച്ചു വന്ന ശരണ്യയുടെ മുഖത്തിന് നേരെ കൈ ഓങ്ങിയെങ്കിലും വായുവിൽ വച്ച് ഒരു കൈ അടി തടുത്തു കളഞ്ഞു. കാർത്തികേയൻ്റെ മുൻപിലേക്ക് ചന്ദ്രമൗലിയുടെ മുഖം വന്നു. അളിയ നിൽ! ചന്ദ്രമൗലി ചിരിച്ചു. കോയമ്പത്തൂർ ഹൈവേയിൽ വച്ച് ഇന്നലെ രാത്രി നിന്റെയൊക്കെ ഗുണ്ടകളുടെ നഖത്തിനിടയിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ഇവർക്ക് ഞാനൊരു വാക്കു കൊടുത്തിരുന്നു. ഉയിരുകൊടുത്തും ഞാൻ സംരക്ഷിച്ചോളുമെന്ന്. എന്നെ കൊന്നിട്ടല്ലാതെ നിനക്ക് നിന്റെ പെങ്ങളുടെയോ അവളുടെ ഈ ഭർത്താവ് പയ്യൻ്റെയോ ദേഹത്ത് തൊടാനാവില്ല കാർത്തി. നിന്നെ കൊല്ലാൻ തന്നെയാടാ നായെ ഞങ്ങളുടെ വരവ്. വീരബാഹു ചീറി. പൂപ്പതി രാമണ്ണയുടെ വാഹനവ്യൂഹത്തിൽ നിന്നിറങ്ങിയ 30ഓളം ഗുണ്ടകൾ ഒരു ആജ്ഞയ്ക്ക് കാത്തു നിൽക്കുകയായിരുന്നു. എതിർവശത്ത് കൃത്യം 32 പേരടങ്ങുന്ന അറവുകാട് ടീം. ശിവശങ്കര! പൂപ്പതി രാമണ്ണയുടെ വിളിയൊച്ച ചേർത്ത് പിടിച്ച പല്ലുകൾക്കിടയിലൂടെ ആവി തള്ളിവരുന്നത് പോലെയായിരുന്നു. എൻ്റെ ഇടനെഞ്ചിനു മീതെയാ, അല്ലല്ല എൻ്റെ ഹൃദയത്തിനു മീതെയാ പിച്ചാത്തിപ്പിടിയോളം ആഴത്തിൽ നീ കുത്തിയത്. എൻ്റെ മകളെ നീ എന്നെ തോൽപ്പിക്കാൻ എനിക്കെതിരെയുള്ള ഏറ്റവും വലിയ ഒരായുധമാക്കി
രാമ, ശാന്തമായിരുന്ന ശിവശങ്കരൻ്റെ വിളിയൊച്ച. ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി യുദ്ധം ജയിച്ച ചരിത്രം ഒരിക്കലും അറവുകാട് ശിവശങ്കരൻ്റെ പടയോട്ട കഥകളിലില്ല. ആരുടെയും കവചകുണ്ടലങ്ങൾ ഇരുന്നു വാങ്ങിയിട്ടോ ആരെയെങ്കിലും പിന്നിൽ നിന്ന് എയ്തു വീഴ്ത്തിയിട്ടോ അല്ല അറവുകാട് ശിവശങ്കരൻ ഇതുവരെ വന്നത്. അറിയാമല്ലോ നിനക്കത്. പിന്നെ നിന്റെ ഈ മകളുടെ കാര്യം. ശിവശങ്കരൻ ശരണിയുടെ ചുമലിൽ പിടിച്ച് തന്നോട് ചേർത്ത് നിർത്തി. നിന്റെ മക്കൾ എൻ്റെ തലയെടുക്കാൻ ആളും അച്ചാരവും കൊണ്ട് നടന്നപ്പോഴും ഞാൻ അവരെ എൻ്റെ മക്കളെപ്പോലെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഓരോ യുദ്ധത്തിനിറങ്ങുമ്പോഴും ഞാൻ ചന്ദ്രമൗലിയോട് പറയുമായിരുന്നു, കാർത്തിക്കും വീരനുമൊക്കെ കോട്ടച്ചന്തയിലെ അബ്ദുവിൻ്റെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വള്ളിച്ചൂരലുകൊണ്ട് നല്ല 4 പെട കൊടുത്താൽ മതിയെന്ന് നന്നാവൻ. ശിവശങ്കരൻ്റെ ചുണ്ടുകളിൽ ഒരു ചിരിയുണ്ടായി. പിന്നെ ശരണ്യമോള്, അവളോട് പ്രേമിക്കാൻ പറഞ്ഞത് ഞാനല്ല. ആസാദ് അബ്ദുൽ കലാം എന്ന പയ്യനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തത് ഞാനല്ല. മക്കളെ സ്നേഹിക്കുന്നു, മക്കൾക്ക് വേണ്ടി ജീവിച്ചു എന്ന് നാഴികയ്ക്ക് 40 വട്ടം കണക്ക് പറഞ്ഞാൽ പോരാ. രാമ, അവരുടെ മനസ്സ് കാണാൻ പഠിക്കണം. അവരുടെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും അറിയാൻ പഠിക്കണം. അവരുടെ മനസ്സിൽ അവർ നട്ടുപിടിപ്പിച്ച സന്തോഷത്തിൻ്റെ ഒരു ലോകം കത്തിക്കരിച്ച് കളഞ്ഞിട്ട് താൻ എന്തു കോപ്പ് സന്തോഷമാണോ രാമ ഇവൾക്ക് നൽകാൻ പോകുന്നത്? അവൾ ആഗ്രഹിച്ച പുരുഷനെ അവളുടെ മനസ്സിൽ നിന്ന് വെള്ളം തൊട്ട് മായ്ച്ചു കളയാൻ കഴിയുമോ തനിക്ക്? കോടികൾ വിലയിട്ട് ഒരു ഭർത്താവിനെ വാങ്ങിച്ചു കൊടുത്താൽ ജീവിതത്തിൽ പിന്നെ സന്തോഷത്തോടെ ഒന്ന് ചിരിക്കാനെങ്കിലും ആവുമോ തൻ്റെയും മോൾക്ക്? അച്ഛാ, അയാളുടെ പ്രസംഗം കേട്ട് നിൽക്കാതെ വെട്ടി വീഴ്ത്ത് ആ പന്ന. കാർത്തികേയൻ രാമണ്ണയെ നോക്കി അലറി. പിന്നെ ചന്ദ്രമൗലി കൈ നീട്ടി കാർത്തികേയൻ്റെ പിൻകോളറിൽ പിടിച്ച് ഒന്ന് പൊക്കി. ഒരു മുയലിനെ തൂക്കിയെടുക്കുന്നത് പോലെയായിരുന്നു അത്. നിന്റെ അച്ഛനല്ലേ എന്ന് വെച്ചാൽ വെട്ടിൻ്റെ ഹോൾസെയിൽ ഡീലർ. മിരുമിരുക്കാതെ അവിടെ നിന്ന് പറയുന്നത് കേൾക്കടാ ക്നാപ്പേ. രാമ, കുറച്ചുകൂടി ശാന്തമായിരുന്നു ശിവശങ്കരൻ്റെ ഇത്തവണത്തെ വിളിയൊച്ച. ഇന്ന് വെളുപ്പാൻ കാലത്ത് ഒരു പെൺകുട്ടി എൻ്റെ മുന്നിൽ വന്ന് കൈകൂപ്പിയിട്ട് യാചിച്ചു, അവളുടെ കല്യാണം നടത്തിക്കൊടുക്കണം, അവളുടെ ഭർത്താവിൻ്റെ ജീവൻ രക്ഷിക്കണം. ന്യായമുള്ള കേസാണെന്ന് എൻ്റെ മൗലിയും സാക്ഷ്യപ്പെടുത്തി. പിന്നെ എനിക്കൊന്നും ചിന്തിക്കേണ്ട. അറിയാമല്ലോ, സഹായം തേടി അറവുകാട് വീടിൻ്റെ പടി കടന്നു വരുന്നവർ ആരാണെങ്കിലും, അത് ശത്രുവോ മിത്രമോ ആരുമായിക്കോട്ടെ, അവരെ ഏറ്റെടുക്കും ഈ ശിവശങ്കരൻ. ചിറകിനടിയിൽ പൊതിഞ്ഞു പിടിക്കും അവരെ എൻ്റെ ഈ ചന്ദ്രമൗലി. ചന്ദ്രമൗലി. കടപ്പല്ലുകൾ ഞെരിച്ചുകൊണ്ട് പൂപ്പതി രാമണ്ണ ചന്ദ്രമൗലിക്ക് നേരെ തിരിഞ്ഞു. കോട്ട മൈതാനത്ത് നിന്ന് പോത്തൻ സക്രിയ പോത്തൻ്റെ കാറുമായി പോയതുപോലത്തെ കളിയല്ല മൗലി ഇത്. എൻ്റെ കുടുംബത്തെ തൊട്ട നീ കളിച്ചിരിക്കുന്നത്. അരിയും ഞാൻ. ആളുകളെ പൊതിഞ്ഞു പിടിക്കുന്ന നിന്റെ ഈ ചിറകുകൾ. രാമ, നേർത്തൊരു ചിരിയോടെയാണ് ശിവശങ്കരൻ വിളിച്ചത്. ജഡായുവ എൻ്റെ മൗലി, ചിറകരിഞ്ഞാലും പറക്കും. സബ് രജിസ്ട്രാർ ഓഫീസിന് പുറത്തേക്ക് 3 പോലീസ് ജീപ്പുകൾ പാഞ്ഞു വന്നു. DYSP കുരുവിള ജോണിൻ്റെ നേതൃത്വത്തിൽ ഒരു പോലീസ് സംഘം മുറ്റത്തേക്ക് കുതിച്ചു വരുന്നുണ്ടായിരുന്നു. വാട്ട്സ് ഗോയിങ് ഓൺ ഹിയർ? DYSP കുരുവിള ജോൺ പൂപ്പതി രാമണ്ണയെയും അറബുകാട് ശിവശങ്കരനെയും മാറി മാറി നോക്കി. പിന്നെ ചന്ദ്രമൗലിക്ക് നേരെ തിരിഞ്ഞു. എന്നതാ മൗലി പ്രശ്നം? കുരുവിള ജോണിന് കൂറ് അറബുകാട്ടുകാരോടാണെന്ന് പൂപ്പതി രാമണ്ണയ്ക്കും കൂട്ടർക്കും അറിയാം. രാമണ്ണ സാറേ, ശിവശങ്കരൻ സാറേ, എന്നതാന്നേ പ്രശ്നം? നിങ്ങളിങ്ങനെ 2 കൂട്ടരും ഒരു സർക്കാർ ഓഫീസിൻ്റെ മുൻപിൽ വടിവാളുമായിട്ട് നിന്നാൽ ക്രമസമാധാനം അങ്ങ് തകരത്തില്ലേ? ഈ കുരുവി അല്ല കുരുവിള എന്ന ഭരണങ്ങാനംകാരൻ DYSP ആയിട്ടിരിക്കുമ്പോൾ അങ്ങനെ തകരാൻ പറ്റുമോ നമ്മുടെ ക്രമസമാധാനം? പുതുപ്പള്ളിയിൽ നിന്നും തിരുവഞ്ചൂരിൽ നിന്നുമൊക്കെ വിളി വന്നാൽ മറുപടി പറയേണ്ടത് ഞാനല്ലയോ? ഞാൻ പറയാൻ കാര്യം. ചന്ദ്രമൗലി മുന്നോട്ട് വന്നു. ഈ നിൽക്കുന്ന പൂപ്പതി രാമണ്ണയുടെ മകൾ ശരണിയും ആസാദ് അബ്ദുൽ കലാം എന്ന ചെറുപ്പക്കാരനും തമ്മിൽ പ്രണയത്തിലായിരുന്നു. അതിനെന്താ കുഴപ്പം? DYSP കുരുവിള ജോൺ എല്ലാവരെയും നോക്കി. ചെറുപ്പകാലം പ്രേമിക്കാനുള്ളതല്ലയോ? എന്നിട്ട് അവരുടെ കല്യാണം നടത്താൻ വീട്ടുകാർ, പ്രത്യേകിച്ച് പൂപ്പതി രാമണ്ണയും അദ്ദേഹത്തിൻ്റെ ഈ നിൽക്കുന്ന മൂത്ത 2 പെൺമക്കളും, ചന്ദ്രമൗലി കാർത്തികേയനെയും വീരബാഹുവിനെയും ഒന്ന് നോക്കി. സമ്മതിക്കുന്നില്ല. ഈ കുട്ടി, ശരണി എന്ന ഈ പാവം കുട്ടി, ഇന്നലെ രാത്രി കോയമ്പത്തൂർ ഹൈവേയിൽ വെച്ച് എൻ്റെ മുന്നിൽ വന്നു പെട്ടു. ഈ പയ്യനെ കൊല്ലാൻ വിട്ട ഗുണ്ടകളുടെ മുന്നിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു വന്നതാ ഇവര്. അത് ഒരുമാതിരി ഗുണാപ്പി ഇടപാടായിപ്പോയി രാമണ്ണ സാറേ. DYSP കുരുവിള ജോൺ പൂപ്പതി രാമണ്ണയെ നോക്കി. ഒന്ന് പ്രേമിച്ചതിൻ്റെ പേരിൽ ഒരു പയ്യനെ കൊല്ലുകയെന്ന് വെച്ചാൽ ഇതെന്നതാന്നേ നിൻ്റെയൊക്കെ മുതലമട മോഡലോ? DYSP കുരുവി എന്ന കുരുവിള ജോണേ. രാമണ്ണയുടെ മിഴികളിടുങ്ങി. നിന്റെ കൂറ് എവിടെയാണെന്ന് എനിക്കറിയാം. ചന്ദ്രമൗലിയോട് നിനക്കുള്ള നന്ദിയും അറിയാം. നന്ദി എനിക്ക് മൗലിയോടുണ്ട്, അത് ശരിയാ. കുരുവിള ജോൺ ചിരിച്ചു. കഴിഞ്ഞ കൊല്ലം 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ മോള്
ലോറി ഇടിച്ച് ചോര വാർന്ന് റോഡിൽ കിടന്നപ്പോൾ അവളെ താങ്ങിയെടുക്കാനോ ഒരിറ്റു വെള്ളം കൊടുക്കാനോ ശ്രമിക്കാതെ ചുറ്റും കൂടി നിന്ന് മൊബൈൽ ഫോണിൽ പടം എടുത്ത് രസിച്ചു നിന്ന പട്ടികൾക്ക് നടുവിൽ നിന്ന് അവളെ ചുമലിലെടുത്ത് ആശുപത്രി വരെ എത്തിച്ചവനാ മൗലി. അതിന് എനിക്ക് കടപ്പാട് മൗലിയോടുണ്ട്, ഈ ജന്മം മുഴുവൻ. അതാടോ താൻ ഇവിടെയും കാണിക്കുന്നത്. വീരബാഹു മുന്നോട്ട് വന്നു. DYSP കുരുവിള ജോണിൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരിയുണ്ടായി. അനിയ, വീരബാഹുലേയ, എൻ്റെ വ്യക്തിപരമായ നന്ദി, ഇഷ്ടം, പ്രേമം ഇതൊന്നും ഞാൻ എൻ്റെ ജോലിയുമായി കൂട്ടിക്കുഴയ്ക്കാറില്ല. കാരണം അൽഫോൻസാമ്മയുടെ മണ്ണിൽ ജനിച്ചവനാ ഞാൻ. കാക്കി ചട്ടയിട്ട് കാവൽത്തുറ ആയിക്കഴിഞ്ഞാൽ പിന്നെ കുരുവിള കുരുവിയല്ല, കഴുകന. നീതി, ന്യായം, നിയമം ഇത് മാത്രമേ കേൾക്കൂ. കൂടുതൽ താൻ വീരബാഹു എന്തോ പറയാൻ തുടങ്ങിയതും കുരുവിള ജോൺ കൈ ഉയർത്തി തടഞ്ഞു. വീണ്ടും താൻ. മോനെ, യൂണിഫോമിൽ നിൽക്കുന്ന ഒരു DYSPയുടെ മുഖത്ത് നോക്കി ഒരു തവണ കൂടി നീ താൻ, എടോ, പോടോ എന്നു പറഞ്ഞാൽ ഒന്നാന്തരം കോട്ടയംകാരനാ ഞാൻ. ഞങ്ങളുടെ കോട്ടയം ഭാഷയിൽ പറഞ്ഞാൽ കൈ ചുരുട്ടി കൂമ്പിന് ഒരൊറ്റ ഇടി ഞാൻ ഇടിക്കും. ചോര കക്കുന്നീ ഇവിടെ. പിന്നെ നിന്റെ ഈ തന്ത മഹാരാജാവ് കട്ടിൽ വരുത്തി കൊണ്ടുപോവേണ്ടി വരും നിന്നെ. കാണണോ? വീരബാഹു ഒരു നിമിഷത്തേക്ക് പകച്ചുപോയി. മോളെ, DYSP കുരുവിള ജോൺ ശരണ്യെ നോക്കി. നീ നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ലേ ഈ ചെറുപ്പക്കാരനൊപ്പം ജീവിക്കാൻ തയ്യാറായത്? അതെ. ശരണ്യ തല കുലുക്കിയപ്പോൾ മിഴികളിൽ നിന്ന് നീർത്തുള്ളികൾ ഇറ്റുവീണു. മോൾക്ക് മോളുടെ അച്ഛൻ്റെ കൂടെ പോണോ? ശരണ്യ ഒരു ഞെട്ടലോടെ തല ഉയർത്തി. പിന്നെ രാമണ്ണയെയും കാർത്തികേയനെയും വീരബാഹുവിനെയും നോക്കി. കണ്ണുകൾ തമ്മിലിടഞ്ഞുകൊണ്ടിരുന്നു. മകളുടെ നാവിൽ നിന്ന് ഇനി വരാൻ പോകുന്ന ഒരു മറുപടിയിൽ, ആ ഒരൊറ്റ പാചകത്തിലാണ് പൂപ്പതി രാമണ്ണയുടെ അഭിമാനം. അറുപുകാട് ശിവശങ്കരൻ നടത്തിക്കൊടുത്ത കല്യാണം തള്ളിപ്പറഞ്ഞ് കാമുകനെ ഉപേക്ഷിച്ച് അവൾ തൻ്റെ പക്ഷത്ത് വന്നാൽ ജയിച്ചു. അല്ലെങ്കിൽ പറയ്. DYSP കുരുവിള ജോൺ ശരണ്യെ നോക്കി. അടുത്ത നിമിഷം ശരണ്യ പിന്നോട്ട് ഒരു ചുവട് വെച്ചു. അവളുടെ നോട്ടം അപ്പോഴും അച്ഛൻ്റെ മുഖത്ത് തന്നെയായിരുന്നു. വേണ്ട, എനിക്ക് പോവണ്ട. എനിക്ക് വേണ്ട അച്ഛനെ. എനിക്ക് വേണ്ട ഏട്ടന്മാരെ. പേടിയാ, ഇവരെ എനിക്ക് പേടിയാ. അടുത്ത നിമിഷം ഉച്ചത്തിൽ വാവിട്ട് കരഞ്ഞുകൊണ്ട് ശരണ്യ മുഖം പൊത്തി. ആ കരച്ചിൽ ആകാശം മുട്ടെ ഉയരത്തിൽ ഒരു തിരമാലയായി. ഒരു സുനാമി പോലെ ചീറി വന്ന് തന്നെയും മക്കളെയും തൻ്റെ സൈന്യത്തെയും വിഴുങ്ങുന്നത് രാമണ്ണ കണ്ടു. ആയുധങ്ങളുടെ വായ്ത്തലകൾ തിരത്തള്ളലിൽ മടങ്ങിപ്പോവുന്നു. സൈന്യം ഒഴുക്കിൽപ്പെട്ട് നാലുപാടും ചിതറിപ്പോവുന്നു. പൂപ്പതി ബംഗ്ലാവ് ഒരു മണൽ ഗോപുരം പോലെ പതിയെ താഴേക്ക് ഇടിഞ്ഞമർന്നു പടരുന്നു. കേട്ടല്ലോ? DYSP കുരുവിള ജോൺ പൂപ്പതി രാമണ്ണയെ നോക്കി. ഇത് നിങ്ങളും അറുപുകാട്ടുകാരും തമ്മിലുള്ള പ്രശ്നമല്ല, നിങ്ങളും നിങ്ങളുടെ മകളും തമ്മിലുള്ള പ്രശ്നമാ. ഒന്നുകിൽ നിങ്ങൾക്ക് ഇവരെ സ്വീകരിക്കാം, അല്ലെങ്കിൽ അവരെ അവരുടെ പാട്ടിന് വിട്ട് തിരിച്ചു പോവാം. എന്തായാലും നേതാവ് ജയിലിൽ പോകുമ്പോൾ അണികൾ തെരുവിലിറങ്ങി നടത്തുന്ന ആവേശപ്രകടനം പോലെ ഇവിടെ വെട്ട്, കുത്ത്, അടി, കല്ലേറ് തുടങ്ങിയ കലാപരിപാടികൾ നടത്താൻ ഞാൻ സമ്മതിക്കില്ല. റോഡിലേക്ക് ഒരു പോലീസ് വാൻ കൂടി വന്നു നിന്നു. ദോ ഇടിവണ്ടി വന്നു. കുരുവിള ജോൺ ചിരിച്ചു. പോലീസിനെ കാണിച്ച് പൂപ്പതി രാമണ്ണയെ വിരട്ടാൻ നോക്കുന്നോടെ പുല്ലേ. രാമണ്ണയുടെ മിഴികൾ ഇടുങ്ങി. ആ സ്ഥൈര്യത്തിന് മുൻപിൽ കുരുവിള ജോൺ പകച്ചുപോയി. നിന്റെ മുഴുവൻ പോലീസിനെയും നീ കൊണ്ടുവാ. രാമണ്ണയുടെ മിഴികൾ എരിഞ്ഞു. നിനക്ക് നീ ഈ അരയിൽ ഞാത്തിക്കൊണ്ട് നടക്കുന്ന സർവീസ് റിവോൾവർ എടുത്ത് ആകാശത്തേക്കെങ്കിലും വെടിവെക്കണമെങ്കിൽ മുകളിൽ നിന്ന് ഉത്തരവ് വേണം. രാമണ്ണയ്ക്ക് അത് വേണ്ട. പിന്നെ നിന്റെ മകള് 10ാം ക്ലാസ്സിലാണല്ലോ ഇപ്പോൾ. മുതലമട റോഡിലൂടെ സൈക്കിളിൽ പോകുമ്പോൾ ഒരുപാട് സൂക്ഷിക്കാൻ പറയണം കൊച്ചിനോട്. ലോറികൾ ഇപ്പോഴും റോഡിലൂടെ ഓടുന്നുണ്ട്. രാമണ്ണ തലതിരിച്ച് അറുപുകാട് ശിവശങ്കരനെ നോക്കി. ശിവശങ്കര, ജീവിതത്തിലെ എൻ്റെ ഏറ്റവും വലിയ തോൽവിയാ ഇത്. ഇതിനപ്പുറത്തേക്ക് വലുതായി എനിക്കൊന്നുമില്ല. എൻ്റെ ആൺമക്കളുടെ മരണം പോലും. രാമണ്ണ ഒന്ന് നിർത്തി. നിനക്കിനിയുമുണ്ടല്ലോ ഒരു പെൺകുട്ടി. അവളുടെ കല്യാണം കാണില്ല നീ. ഈ ജന്മത്ത് മംഗല്യഭാഗ്യമുണ്ടാവില്ല അവൾക്ക്. രാമണ്ണയുടെ അടുത്ത നോട്ടം ചന്ദ്രമൗലിയുടെ നേരെയായിരുന്നു. നിമിഷങ്ങളോളം നീണ്ടു ആ നോട്ടം. മൗലി, രാമണ്ണൻ പതിയെ വിളിച്ചു. നിന്നെപ്പറ്റിയുള്ള വിവരശേഖരണത്തിനിടയിൽ നീ പ്രാണനെപ്പോലെ സ്നേഹിക്കുന്ന ഒരു കാമുകി നിനക്കുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. ചത്തുപോയ ഡ്രൈവർ അശോകൻ്റെ മകൾ ചിലങ്ക. അവളുടെ മാനത്തിന് എത്ര വില കിട്ടുമെന്ന് നിന്നെ ഞാൻ ഉടനെ അറിയിക്കാം. മറുപടിയായി ചന്ദ്രമൗലി ഒന്ന് ചിരിച്ചതേയുള്ളൂ. പൂപ്പതി രാമണ്ണ പതിയെ ശരണ്യയുടെ മുന്നിലേക്ക് വന്നു. എൻ്റെ കൈകൊണ്ട് ഉരുള ഉരുട്ടിത്തന്ന് വളർത്തിയിട്ടുള്ള മകളാ നീ. ഇന്ന് നിനക്ക് വേണ്ടി ഒരു ഉരുള കൂടി ഞാൻ ഉരുട്ടും. ഇരിക്കപ്പിണ്ണം. എൻ്റെ മകൾ മരിച്ചു. ഇനി ഈ ഭൂമിയിലുള്ളത് എൻ്റെ ശത്രുവാ. നീ പെട്ടെന്ന് വിധവ ആവരുതേ എന്ന് ഞാനും പ്രാർത്ഥിക്കാം. ശരണ്യ മിഴികൾ ചേർത്തടച്ചു.
ഇനി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ആലോചിക്കും മട്ടിൽ പൂപ്പതി രാമണ്ണ ഒരു നിമിഷം കൂടി നിന്നു. പിന്നെ പതിയെ തിരിഞ്ഞ് ആൺമക്കളെ നോക്കി. വാടാ. പൂപ്പതി രാമണ്ണ തിരിഞ്ഞ് മുറ്റത്തേക്കിറങ്ങി. പിന്നാലെ ആൺമക്കളും. ഡോറുകൾ തുറന്നടയുന്നതിൻ്റെയും വാഹനങ്ങൾ സ്റ്റാർട്ടാവുന്നതിൻ്റെയും ശബ്ദം ശരണ്യ കേട്ടു. ഒരു നിമിഷം കൂടി കഴിഞ്ഞിട്ടാണ് ശരണ്യ മിഴികൾ തുറന്നത്. മുറ്റത്ത് പൂപ്പതി ഗ്രൂപ്പിൻ്റെ ഒരൊറ്റ വാഹനം പോലും ഇല്ലായിരുന്നു. എന്താ മൗലി ഇനി പദ്ധതി? DYSP കുരുവിള ജോൺ ചന്ദ്രമൗലിയെ നോക്കി. മുതലമടയിൽ ഒരിടത്തും ഇവരെ താമസിപ്പിക്കുക സേഫല്ല. ഇന്ന് ഒരു ദിവസം കൂടി ഞങ്ങളുടെ സംരക്ഷണയിൽ ഇവർ കഴിയും. നാളെ മലപ്പുറത്തു നിന്ന് ആസാദിൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും വരും. അവരുടെ കൂടെ ഇവർ പോവും. അപ്പം ശരി. DYSP കുരുവിള ജോൺ മുറ്റത്തേക്കിറങ്ങി. വൈകുന്നേരം 6:30 അറബുകാട് ഗ്രൂപ്പിൻ്റെ ഓഫീസിന് മുന്നിലേക്ക് ശിവശങ്കറിൻ്റെ ബെൻസ് കാർ വന്നു നിന്നു. 5 മണിക്ക് ചന്ദ്രമൗലി സേലത്തു നിന്ന് പുറപ്പെട്ടിരുന്നു. ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ശിവശങ്കരൻ ഇറങ്ങിയപ്പോഴേക്കും ഗേറ്റിൽ നിന്ന് സെക്യൂരിറ്റി അയ്യപ്പൻകുട്ടി ഓടി വരുന്നുണ്ടായിരുന്നു. സാറേ. ശിവശങ്കരൻ തിരിഞ്ഞു. എന്താ അയ്യപ്പ? സാറേ അത് പിന്നെ. അയ്യപ്പൻകുട്ടി ചുറ്റിനുമൊന്നും നോക്കി. സഹജവാസന കൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു അപായ സൂചന ശിവശങ്കരന് കിട്ടി. എന്താടാ? ശിവശങ്കരൻ ജാഗ്രതയോടെ അയ്യപ്പൻകുട്ടിയെ നോക്കി. അതു പിന്നെ. അയ്യപ്പൻകുട്ടി ഒന്ന് നിർത്തി. കാര്യം പറയടോ. അയ്യപ്പൻകുട്ടി ചുറ്റിനും ഒന്നുകൂടി നോക്കി. അരമണിക്കൂർ മുൻപ് സാറിനെ തിരക്കി ഒരമ്മയും മകളും ഇവിടെ വന്നിരുന്നു. അമ്മയും മകളും. ശിവശങ്കരൻ്റെ നെഞ്ചിനുള്ളിൽ ഒരു മിന്നൽ പുളഞ്ഞു ചിതറി. ആരാ? എവിടുന്നാ? കിതപ്പോടെയായിരുന്നു ശിവശങ്കരൻ്റെ ചോദ്യം. ആരാ എവിടുന്നാ എന്നൊന്നും പറഞ്ഞില്ല. പേരും പറഞ്ഞില്ല. എന്തോ രഹസ്യമുള്ള മട്ടിലായിരുന്നു അവരുടെ നിൽപ്പും ഭാവവും. അവരെ കണ്ടാലെങ്ങനെ? തൻ്റെ ഹൃദയമിടിപ്പുകൾ കുതിച്ചുയരുന്നത് ശിവശങ്കരൻ അറിഞ്ഞു. അമ്മയ്ക്ക് ഒരു 45 വയസ്സ് തോന്നിക്കും. മകൾക്ക് കഷ്ടിച്ച് 20. കണ്ടാലറിയാം ഏതോ നല്ല കുടുംബത്തിലേയാ. ശിവശങ്കരൻ്റെ ഹൃദയത്തിൽ ഒരു തിരത്തള്ളലുണ്ടായി. തൻ്റെ ഉമ്മാശങ്കരിയും പവിത്രമോളുമാണത്. തന്നെ തേടി അവർ വന്നിരിക്കുന്നു. എന്നിട്ട് അവരെവിടെ? അതല്ലേ രസം. ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ജയമോഹൻ സാറ് ഇതുവഴി വന്നു. അവരെ സാറ് വണ്ടിയിൽ കയറ്റിക്കൊണ്ടുപോയി. ശിവശങ്കരൻ്റെ തലച്ചോർ വെടിച്ചു ചിതറിപ്പോയി. ഉമ്മാശങ്കരിയും പവിത്രമോളും ചെന്നുപെട്ടത് ജയമോഹൻ തമ്പിയുടെ കയ്യിൽ. എവിടേക്കാ അവൻ അവരെ കൊണ്ടുപോയത്? അറിയത്തില്ല. പക്ഷേ എന്നോട് സാറ് ഇതറിയരുതെന്ന് രഹസ്യമായി പറഞ്ഞു. അതുകൊണ്ട് തന്നെയാ ഞാൻ ഇത് പറയാനായി കാത്തുനിന്നത്. കൂടുതലൊന്നും കേൾക്കാനായി ശിവശങ്കരൻ നിന്നില്ല. കാറിലേക്ക് പാഞ്ഞു കയറി. നിർത്തിവെച്ചിരുന്ന പൂച്ചട്ടികളിൽ 2 തവിടുപൊടിയാക്കിക്കൊണ്ടാണ് ബെൻസ് റിവേഴ്സ് എടുത്തു തിരിഞ്ഞത്. റോഡിലേക്ക് ഇറങ്ങും മുൻപ് ശിവശങ്കരൻ ചന്ദ്രമൗലിയുടെ നമ്പറിൽ വിളിച്ചു നോക്കി. മൗലി നോട്ട് റീച്ചബിൾ. ഉമ്മാശങ്കരിയെയും പവിത്രയെയും ജയമോഹൻ തമ്പിയും കൂട്ടരും കൊല്ലും. അതിനു മുൻപ് അവരെ കണ്ടെത്തണം. ശിവശങ്കരൻ്റെ കാൽ ആക്സിലേറ്ററിൽ അമർന്നു. ബെൻസിൻ്റെ സ്പീഡോമീറ്റർ നീഡിൽ 4 സെക്കൻഡ് കൊണ്ട് 100ലേക്ക് പറന്നുയർന്നു. അധ്യായം 10. ഇടിമിന്നൽ പോലെ ബെൻസ് കാർ റോഡിലൂടെ പറന്നു. ശിവശങ്കരൻ്റെ നെഞ്ചെടുപ്പിന് അതിൻ്റെ 4 ഇരട്ടി വേഗമായിരുന്നു. ഉമ്മാശങ്കരിയെയും പവിത്രയെയും എവിടേക്കായിരിക്കും ജയമോഹൻ തമ്പി കൊണ്ടുപോയത്? പെട്ടെന്ന് ഓർത്തതുപോലെ ശിവശങ്കരൻ ഓഫീസിലെ സെക്യൂരിറ്റി ക്യാബിൻ്റെ നമ്പർ കുത്തി. മറുവശത്ത് ഒറ്റ ബെൽ മുഴങ്ങിയതും ഫോൺ എടുത്തു. അയ്യപ്പൻകുട്ടി തന്നെയായിരുന്നു മറുവശത്ത്. സാറേ, ഞാൻ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങുമായിരുന്നു. ഫോൺ എടുത്ത പാടെ അയ്യപ്പൻകുട്ടി അതാണ് പറഞ്ഞത്. ജയമോഹൻ സാറിൻ്റെ ഒരു ഫോൺ വന്നായിരുന്നു എനിക്കിപ്പോൾ. എവിടുന്നാ അവൻ വിളിച്ചത്? ശിവശങ്കരൻ്റെ സ്വരത്തിൽ ആവേശം തിങ്ങി. സാറേ, പൂപ്പതി ചാവുകുഴി റോഡിൽ നമ്മുടെ ഒരു പഴയ ഗോഡൗണില്ലേ, പൊളിച്ച വണ്ടികളുടെ പാർട്സ് കൂട്ടിയിട്ടേക്കുന്ന അവിടുണ്ട് ജയമോഹൻ സാറ്. അത് നീ എങ്ങനെ അറിഞ്ഞു? അത് പറയാനാ സാറേ ജയമോഹൻ സാറ് എന്നെ വിളിച്ചത്. SP വിജയചന്ദ്രൻ സാറിനെ വിളിച്ചിട്ട് ലൈൻ കിട്ടുന്നില്ലെന്നും ഇതുവഴി വന്നാൽ ജയമോഹൻ സാറ് അവിടെ ഉണ്ടെന്നും പറയണമെന്നും പറഞ്ഞു. സാറിൻ്റെ പോക്ക് കണ്ടപ്പോൾ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നി. അതാ ഞാൻ ഇതും പറഞ്ഞേക്കാമെന്ന് കരുതി വിളിക്കാൻ തുടങ്ങിയത്. നന്നായി. ശിവശങ്കരൻ്റെ സ്വരത്തിൽ ഒരു പുതിയ ഉണർവുണ്ടായി. നീ ഇതാരോടും പറയണ്ട. ഫോൺ ശിവശങ്കരൻ സീറ്റിലേക്കിട്ടു. ഇൻഡിക്കേറ്റർ മിന്നിച്ചുകൊണ്ട് ബെൻസ് വലതുവശത്തേക്ക് തിരിഞ്ഞു. ചുറ്റും നന്ന ഇരുട്ട് പരന്നിരുന്നു. ഹൈവേയിൽ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് ഇരുവശവും പാടമുള്ള റോഡിലൂടെ വീണ്ടും 15 മിനിറ്റ്. പ്രേതക്കൊട്ടാരം പോലെ ദൂരെ പഴയ ഗോഡൗൺ ശിവശങ്കരൻ കണ്ടു. കുട്ടിച്ചെകുത്താനെപ്പോലെ പല്ലിളിച്ച് ജയമോഹൻ തമ്പിയുടെ ടൊയോട്ട ഫോർച്യൂണർ വാൻ കിടപ്പുണ്ട്. ഗോഡൗണിലേക്ക് തിരിയുന്ന റോഡിലായി ശിവശങ്കരൻ കാർ നിർത്തി. ഇവിടുന്ന് നടക്കാം, അതാണ് നല്ലത്. പുല്ലും കാട്ടുചെമ്പുകളും അതിര് തിരിച്ചു നിൽക്കുന്ന വഴിയാണ്. വാഹനങ്ങളുടെ ചക്രങ്ങൾ കയറി കാട്ടുചെമ്പുതണ്ടുകൾ ചതഞ്ഞറിഞ്ഞു കിടന്നു.
മൊബൈൽ ഫോണിലെ ഫ്ലാഷ് ലൈറ്റ് മിന്നിച്ചാണ് ശിവശങ്കരൻ മുന്നോട്ട് നടന്നത്. ജയമോഹൻ തമ്പിയുടെ ഫോർച്യൂണർ വാനിന് അടുത്തെത്തി ശിവശങ്കരൻ നിന്നു. നെഞ്ച് നേർത്ത് കിതയ്ക്കുന്നുണ്ട്. ഗോഡൌണിനകത്തു നിന്ന് ഒച്ചയൊന്നും കേൾക്കുന്നില്ല. അടുത്ത നിമിഷം പടക്കം പൊട്ടുന്നതുപോലെ ഒരു അടിയുടെ ഒച്ച, ഒരു സ്ത്രീയുടെ അലറിക്കരച്ചൽ. അതിനു പിന്നാലെ ജയമോഹൻ തമ്പിയുടെ ചീറ്റൽ. പട്ടിച്ചി, നിനക്കൊക്കെ സ്വത്ത് വേണം അല്ലേ? ഒന്നും വേണ്ട സാറേ. ഒരു പെൺകുട്ടിയുടെ ഏങ്ങിക്കരച്ചൽ. അച്ഛനെ ഒന്ന് കണ്ടാൽ മതി. കണ്ടിട്ട് അപ്പോൾ തന്നെ ഞങ്ങൾ പോയിക്കോളാം. ശിവശങ്കരൻ്റെ ഞരമ്പുകളിൽ ഒരു പിടച്ചിലുണ്ടായി. പവിത്രമോൾ. അടുത്ത നിമിഷം വീണ്ടും ഒരടിയുടെ ഒച്ച കേട്ടു. കാണിക്കാമിടി പുല്ലേ, നിന്നെയൊക്കെ. നിന്റെയൊന്നും ശവം പോലും ഇനി ആരും കാണത്തില്ല. 4 ചാക്ക് പഞ്ചസാരയും 8 പാട്ട് ഡാൽഡയും അമ്മയും മകളെയും കൂടി പച്ചയ്ക്ക് എരിക്കാൻ പോവുക ഞങ്ങള്. അറുവുകാട് ശിവശങ്കരന് നിലവിൽ ഒരു ഭാര്യയും 3 മക്കളുമുണ്ട്. അത് മതി. പിഴച്ചു നടന്നവളും പിഴച്ചുണ്ടായവളും പുതിയ ബന്ധത്തിന്റെ പേര് പറഞ്ഞ് അറുവുകാട് വീടിന്റെ പടി കടന്നു വരാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ശിവശങ്കരന്റെ ചെന്നിയിലെ ഞരമ്പുകൾ ഒന്ന് വലിഞ്ഞു മുറുകി. ഇടതു കൈകൊണ്ട് ശിവശങ്കരൻ മുണ്ടുയർത്തി. പിന്നെ അരയിലേക്ക് മടക്കി കുത്തി മുറുക്കി. ഇരു കൈകൊണ്ടും ഗോഡൌണിന്റെ വാതിൽ അകത്തേക്ക് തള്ളി. തകരവാതിൽ അകത്തേക്ക് മലർക്കെ പാഞ്ഞ് ഭിത്തിയിലിടിച്ച് ഒന്നിളകി. ജയ! ഗർജനം പോലെയായിരുന്നു ശിവശങ്കരന്റെ വിളി. ജയമോഹൻ തമ്പി നടുങ്ങിത്തിരിഞ്ഞു. ഗോഡൌണിനുള്ളിലെ അരണ്ട വെളിച്ചത്തിലും ആ കാഴ്ച ശിവശങ്കരന് വ്യക്തമായി കാണാമായിരുന്നു. തറയിൽ മുട്ടുകുത്തി കമിഴ്ന്നു കിടക്കുന്ന ഒരമ്മയും മകളും. ഒരാളുടെ തലയ്ക്ക് മീതെയാണ് ജയമോഹൻ തമ്പിയുടെ ഹാഫ് ഷൂ ഇട്ട കാല്. അവർ വെപ്രാളത്തോടെ ശ്വാസം വിടുമ്പോൾ മൂക്കിനടിയിൽ നിന്ന് പൂഴി ചിതറുന്നു. ഉമാശങ്കരിയും പവിത്രയും. അച്ഛാ, ഞാൻ. ജയമോഹൻ തമ്പി പതറിപ്പോയി. നായിൻ്റെ മോനെ. ശിവശങ്കരൻ മുന്നോട്ട് പാഞ്ഞു ചെന്ന് ജയമോഹൻ തമ്പിയുടെ മുഖമടച്ച് ഒന്ന് പൊട്ടിച്ചു. സ്വർണ്ണ ഫ്രെയിമുള്ള കണ്ണട തെറിച്ചു പോകുന്നത് ഒരു മിന്നായം പോലെ ശിവശങ്കരൻ കണ്ടു. ജയമോഹൻ തമ്പി വട്ടം കറങ്ങി കട്ടപ്പുറത്തിരുന്ന ഒരു ലോറിയുടെ ബോണറ്റിലേക്ക് കമിഴ്ന്നു. തറയിൽ കിടന്ന സ്ത്രീകളെ പിടിച്ചുയർത്താനായി ശിവശങ്കരൻ കുനിഞ്ഞു. ജയമോഹൻ തമ്പി തിരിഞ്ഞു. പിന്നെ വായിൽ കിനിഞ്ഞ ചോര തുപ്പിക്കൊണ്ട് ചിരിക്കാൻ തുടങ്ങി. അച്ഛനാന വീണു വാരിക്കുഴിയിൽ. ശിവശങ്കരൻ്റെ ഇമകളൊന്ന് വെട്ടിയടഞ്ഞു. ആ ചിരിയുടെ അർത്ഥം ശിവശങ്കരന് മനസ്സിലായില്ല. അടുത്ത നിമിഷം ലോറിയുടെ മറവിൽ നിന്ന് ഒരാൾ കൂടി മുൻപിലേക്ക് വന്നു. ശിവശങ്കരൻ അമ്പരന്നുപോയി. SP വിജയചന്ദ്രൻ. വിജയ, നീ? ഞാനും ഉണ്ടായിരുന്നച്ചാ. അല്ലെങ്കിൽ തന്നെ ജയേട്ടനും ഞാനും ഒന്നിച്ചല്ലേ അച്ഛാ ഇടപാടെല്ലാം. അതുകൊണ്ടല്ലേ നാട്ടുകാർ ഞങ്ങളെ ജയവിജയന്മാർ എന്ന് വിളിക്കുന്നത്. ലോറിയുടെ മറവിൽ വേറെയും നിഴലുകൾ ഇളകുന്നത് ശിവശങ്കരൻ കണ്ടു. കഴുത്തിൽ വെള്ളിത്തുടലിട്ട കറുത്തു തടിച്ച തമിഴന്മാർ. പുറത്തുനിന്നു വന്ന ടീമാച്ച. ഹിമാചലം, കതിരവൻ, അൻപ് സെൽവം, ആണ്ടവ പെരുമാൾ. അച്ഛനെ സ്കെച്ച് ചെയ്ത് തീർക്കാൻ വന്നതാ. കളി തുടക്കമിട്ട് വെച്ചത് സെക്യൂരിറ്റി അയ്യപ്പൻകുട്ടിയിൽ നിന്ന്. ജയ, ചുമ്മാ നാടക സ്റ്റേജിലെ പോലെ അച്ഛാ മകാന്ന് വിളിച്ച് കളിക്കാൻ നേരമില്ല ശിവശങ്കര. ജയമോഹൻ തമ്പിയുടെ കണ്ണുകൾ കത്തി. 916 ഹോൾമാർക്ക് സ്വർണം കായ്ക്കുന്ന മരമാണെങ്കിലും പുരയ്ക്കും മീതെ ചാഞ്ഞാൽ വെട്ടണമെന്ന. എടി ഗീതമ്മേ, പുല്ലേ. ജയമോഹൻ തമ്പി താഴെ കിടന്ന സ്ത്രീകളിൽ ഒരാളെ നോക്കി. സ്ത്രീകളിൽ ഒരാൾ മുഖം തുടച്ച് ചാടിപ്പിടഞ്ഞ് എഴുന്നേറ്റു. സിനിമോളും എണീറ്റോടി. ജയമോഹൻ തമ്പി പെൺകുട്ടിയെ നോക്കി. പെൺകുട്ടിയും മുഖം തുടച്ച് എണീറ്റു. ശിവശങ്കരൻ്റെ ഉള്ളിൽ ഒരു സ്ഫോടനമുണ്ടായി. ചതി. ജയമോഹൻ തമ്പിയും SP വിജയചന്ദ്രനും പരസ്പരം നോക്കി ഒന്ന് ചിരിച്ചു. പാവം അച്ഛൻ കരുതിയല്ലേ ഇത് അച്ഛൻ്റെ മറ്റേ ഭാര്യയും മകളുമാണെന്ന്. ഉമാശങ്കരിയും പവിത്രയും. ചുമ്മാ. ജയമോഹൻ തമ്പി കണ്ണുകൾ ഇറുക്കി ഒന്ന് ചിരിച്ചു. ഇത് എറണാകുളത്തെ ഒരു ജൂനിയർ നടിയാ. പേര് ഗീതമ്മ. ലോഡ്ജ് ഗീതമ്മ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഇത് സിനിമോള്. മലബാർ ആൽബങ്ങളിലെ വലിയ നടിയാ. തൽക്കാലം അച്ഛനെ ഇവിടെ ഞങ്ങൾ വരച്ച മന്ത്രക്കളത്തിൽ കിട്ടാനായി ഇവരെ ഞങ്ങളങ്ങ് വേഷം കെട്ടിച്ചു. ഉമാശങ്കരിയും പവിത്രയുമായി. നിങ്ങൾ പോയിക്കോടി. സ്ത്രീകൾ 2 പേരും പുറത്തേക്ക് നടന്നു. നായിൻ്റെ മോനെ. ശിവശങ്കരൻ കാലുയർത്തി ജയമോഹൻ തമ്പിയുടെ നെഞ്ചിന് ഒരു ചവിട്ട് കൊടുത്തു. അപ്രതീക്ഷിതമായിരുന്നു അത്. ജയമോഹൻ തമ്പി നിന്ന നിൽപ്പിൽ വായുവിലേക്ക് ഉയർന്നിട്ട് ലോറിയുടെ ബോണറ്റിൽ അടിച്ച് താഴെ വീണു. ഒരാൾ ഉയരത്തിൽ പൊടി ഉയർന്നു. കട്ടപ്പുറത്തിരുന്ന ലോറിയുടെ വാല് തറയിലേക്ക് തെന്നിപ്പോയി. അടുത്ത നിമിഷം SP വിജയചന്ദ്രൻ പിന്നിലൂടെ കൈപ്പൂട്ടിട്ട് ശിവശങ്കരനെ പിടിക്കാൻ നോക്കി. പിൻതല കൊണ്ടായിരുന്നു വിജയചന്ദ്രൻ്റെ മുഖമടച്ച ഇടി. അമ്മേ! അലറിക്കൊണ്ട് വിജയചന്ദ്രൻ പിടിവിട്ടു കളഞ്ഞു. പിന്നെ ഇരു കൈകൊണ്ടും മുഖം പൊത്തിക്കുനിഞ്ഞു. ശിവശങ്കരൻ കാലുമടക്കി ഒരടി കൂടി. വിജയചന്ദ്രൻ പൊടിയിലേക്ക് കമിഴ്ന്നു വീണുപോയി. 4 വശത്തു നിന്നും ഗുണ്ടകൾ അലറിക്കൊണ്ട് ചീറി വരുന്നുണ്ടായിരുന്നു. പക്ഷേ അവർ ഷോക്കേറ്റതുപോലെ 4 വശത്തേക്കും തെറിക്കുന്നത് കണ്ടു. മുണ്ട് ഒന്നുകൂടി മടക്കി കുത്തിക്കൊണ്ട് ശിവശങ്കരൻ തിരിഞ്ഞു. പിന്നെ ജയമോഹൻ തമ്പിയുടെ കോളറിന് പിടിച്ചുപൊക്കി.
ജയമോഹൻ തമ്പിയുടെ കടവായിൽ നിന്ന് ചോര ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. മോനെ, മരുമോനെ, നായിൻ്റെ മോനെ, ശിവശങ്കരൻ കിതച്ചു. നീയൊക്കെ പുളിച്ചു പൊങ്ങാനായി ഈസ്റ്റ് ചേർത്ത് കുഴിച്ചു വച്ചപ്പം തിളച്ചു മറിഞ്ഞവനാ ഈ ശിവശങ്കരൻ. തന്തയുടെ സ്ഥാനത്ത് കാണേണ്ട ആളെ ചതിച്ചു കൊല്ലാൻ നോക്കുന്നോ? ശിവശങ്കരൻ ഒന്ന് നിർത്തി. നാളെ നേരം വെളുക്കുമ്പോൾ എൻ്റെ പൊന്നുമക്കൾ താലിയൂരി നിന്റെയൊക്കെ മുഖത്തെറിഞ്ഞു തരും. അതോടെ തീരും 2 തന്തയ്ക്ക് പിറക്കാത്തവന്മാരും അറവുകാട് വീടും തമ്മിലുള്ള ബന്ധം. ജയമോഹൻ തമ്പിയുടെ മുഖമടച്ച് ഒരിടികൂടി ശിവശങ്കരൻ കൊടുത്തു. പിന്നെ തിരിഞ്ഞു. തമിഴ്നാട്ടിൽ നിന്ന് വാടകയ്ക്കെടുത്ത 4 ഓട്ടക്കാലന പാണ്ടികളെയും കൊണ്ട് അറവുകാട് ശിവശങ്കരൻ്റെ രോമം പിഴാൻ വന്നിക്കുന്നു. ശിവശങ്കരൻ ഗോഡൌണിൻ്റെ വാതിലിന് നേരെ തിരിഞ്ഞു. പൊടുന്നനെ വാതിലിന് പുറത്ത് സൂര്യൻ ഉദിച്ചതുപോലെ പ്രകാശം പരന്നു. സൂചിമുനകൾ പോലെയുള്ള പ്രകാശം വന്ന് കണ്ണിലടിച്ച് ശിവശങ്കരൻ പകച്ചു നിന്നു പോയി. പൊടിയിൽ കുളിച്ച കുട്ടിയാനയെപ്പോലെ ഒരു വണ്ടി അകത്തേക്ക് പാഞ്ഞു വന്നു. റെനോൾട്ടിൻ്റെ ഡസ്റ്റർ വാൻ. ശിവശങ്കരന് ഒഴിഞ്ഞു മാറാനുള്ള സമയം കിട്ടിയില്ല. ബ്രേക്ക് ചെയ്ത വാൻ തറയിലൂടെ മുൻപോട്ട് നിരങ്ങി നിന്നു. പിന്നെ മൂക്കുകൊണ്ട് ശിവശങ്കരൻ്റെ അരയ്ക്ക് മീതെ ഒരു ഇടിയിടിച്ചു. ശിവശങ്കരൻ ഒരു ഞരക്കത്തോടെ വായുവിലേക്ക് ഉയർന്നു. പിന്നെ 10 അടിയോളം പിന്നിലേക്ക് പറന്ന് താഴെ വീണു. ജയമോഹൻ തമ്പിയുടെയും SP വിജയചന്ദ്രൻ്റെയും മുഖത്ത് ഒരു ചിരിയുണ്ടായി. കീഴ്ചുണ്ടിലെ ചോര പുറംകൈ കൊണ്ട് വടിച്ചുകൊണ്ട് ജയമോഹൻ തമ്പി ഉത്സാഹത്തോടെ മുന്നോട്ട് വന്നു. ഡസ്റ്റർ വാനിൻ്റെ ഡോറുകൾ തുറക്കുന്നത് മലർന്നു കിടന്നുകൊണ്ട് ശിവശങ്കരൻ കണ്ടു. വാനിൽ നിന്ന് ഇറങ്ങിയവരെ കണ്ട് ശിവശങ്കരൻ്റെ തലച്ചോറിനുള്ളിൽ ഒരു മിന്നൽ പൊളഞ്ഞു. പൂപ്പതി രാമണ്ണ, ദ്രാവിഡമണി, കാർത്തികേയൻ, വീരബാഹു. ജയമോഹൻ തമ്പി മുന്നോട്ട് ചെന്ന് പൂപ്പതി രാമണ്ണയുടെ കൈപിടിച്ചു കുലുക്കി. ജയമോഹൻ തമ്പിയെ ശരീരത്തോട് ചേർത്ത് രാമണ്ണ ആശ്ലേഷിച്ചു. അമ്മായിയപ്പ. ജയമോഹൻ തമ്പി തല താഴ്ത്തി ശിവശങ്കരനെ നോക്കി. ഞങ്ങളെല്ലാം അങ്ങ് ജോയിൻ്റായി കേട്ടോ. എടാ. ശിവശങ്കരൻ ചാടി എണീക്കാൻ ശ്രമിച്ചപ്പോൾ നെഞ്ചിനൊരു ചവിട്ട് കിട്ടി. പൂപ്പതി രാമണ്ണയുടെ തടിച്ച കാൽപാദം തൻ്റെ നെഞ്ചിനു മീതെ ഇരിക്കുന്നത് ശിവശങ്കരൻ കണ്ടു. ശിവ. മുരളും പോലെ രാമണ്ണ വിളിച്ചു. ഈ അവസാന നിമിഷത്തിലും എൻ്റെ ഉള്ളിൽ നിന്നോട് ഒരു ബഹുമാനത്തിൻ്റെ കണികയുണ്ട്. അതാ ഞാൻ ചെരുപ്പ് ഉരിയിട്ടിട്ട് ചവിട്ടിയത്. ശിവശങ്കരൻ ഒന്നു കുതിരാൻ ശ്രമിച്ചു. പക്ഷേ ഇരു ചുമലിനു മീതെ ഓരോ കാൽപാദങ്ങൾ കൂടി വന്ന് അമർന്നു. ജയമോഹൻ തമ്പിയും SP വിജയചന്ദ്രനും. താൻ എന്താ പറഞ്ഞത്? ജയമോഹൻ തമ്പി ശിവശങ്കരൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. തന്നെ തൊട്ടാൽ തൻ്റെ പെൺമക്കൾ താലിയൂരി ഞങ്ങളുടെ മുഖത്തെറിയുമെന്നോ? എന്നാൽ താൻ കേട്ടോ തൻ്റെ മൂത്ത മോൾ പറയുന്നത്? ശിവശങ്കരൻ്റെ ഇടതു ചുമലിൽ അമർത്തി ചവിട്ടിക്കൊണ്ട് ജയമോഹൻ തമ്പി സുപ്രിയയുടെ നമ്പർ ഡയൽ ചെയ്തു. ഹലോ. ഫോൺ ലൗഡ് സ്പീക്കർ മോഡിലായിരുന്നതിനാൽ മറുവശത്തെ ശബ്ദം ശിവശങ്കരന് വ്യക്തമായി കേൾക്കാമായിരുന്നു. പ്രിയേ. ജയമോഹൻ തമ്പി വിളിച്ചു. എടി, നമ്മളെയും നമ്മുടെ അമ്മയെയും ചതിച്ച് നമ്മുടെ മുഖത്ത് കരുവാരി തേച്ച അറവുകാട് ശിവശങ്കരൻ എന്ന മനുഷ്യനെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ജീവിച്ചിരിക്കാൻ അർഹതയുണ്ടോ അയാൾക്ക്? ശിവശങ്കരൻ്റെ കഴുത്തിലെ ഞരമ്പുകൾ ഉദ്വേഗം കൊണ്ട് വലിഞ്ഞു മുറുകി. അടുത്ത നിമിഷം സുപ്രിയയുടെ മറുപടി വന്നു. ഇല്ല. ശിവശങ്കരൻ്റെ കണ്ണുകൾ വിശ്വാസം വരാത്തതുപോലെ തുറിച്ചു. ആ മനുഷ്യന് ജീവിച്ചിരിക്കാൻ അർഹതയില്ല ജയേട്ട. കൊന്നുകളയുകയേ വേണ്ടത് അയാളെ. കോൾ കട്ടായി. ഹൃദയം നെടുകെ പിളർന്നതുപോലെ ശിവശങ്കരൻ ഒന്ന് പൊളഞ്ഞു. തന്നെ കൊന്നുകളഞ്ഞേക്കാൻ പറഞ്ഞത് തൻ്റെ സ്വന്തം മകളാണ്, തൻ്റെ ആദ്യത്തെ കുഞ്ഞ്. പൂപ്പതി രാമണ്ണയുടെ ചുണ്ടുകളിൽ ഒരു ചിരിയുണ്ടായി. എങ്ങനുണ്ട് ശിവ? നെഞ്ചു പൊട്ടുന്നുണ്ട് അല്ലേ? ഇന്നലെ നീ എൻ്റെ മകളെ കൊണ്ട് എന്നെ തള്ളിപ്പറയിപ്പിച്ചു. ഇന്ന് നിന്റെ മകൾ നിന്നെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. ഇടത് ചെവിക്കുള്ളിൽ അണിവിരലിട്ട് കറക്കിക്കൊണ്ട് ദ്രാവിഡമണി മുന്നോട്ട് വന്നു. ഇതിനാണ് ശിവശങ്കരൻ സാറേ ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറയുന്നത്. ശരീരത്തിൻ്റെ ശക്തി മുഴുവൻ ചോർന്നു പോയതുപോലെ ശിവശങ്കരന് തോന്നി. തൻ്റെ മരണം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത് വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ എത്ര ഭേദമാ അല്ലേ അച്ഛാ? SP വിജയചന്ദ്രൻ ചിരിച്ചു. ശിവശങ്കരൻ്റെ കണ്ണുകൾ തുളുമ്പി ഒഴുകി. ദ്രാവിഡമണിയും 2 ഗുണ്ടകളും ചേർന്ന് ശിവശങ്കരനെ പൊക്കിയെടുത്ത് അവിടെ കിടന്ന ഒരു കസേരയിലേക്കിരുത്തി. കാലുകൾ ചണക്കയറുകൊണ്ട് കൂട്ടിക്കെട്ടുകയാണ് ആദ്യം ചെയ്തത്. പിന്നീട് കൈകൾ കസേരപ്പടിയോട് ചേർത്ത് കെട്ടി. തലകുമ്പിട്ട് ശിവശങ്കരൻ ഇരുന്നു. നെഞ്ചിലേക്ക് കണ്ണുനീർ തുള്ളികൾ ഇറ്റുകൊണ്ടിരുന്നു. തൻ്റെ കർച്ചീഫ് കൊണ്ട് പൂപ്പതി രാമണ്ണ ആ കണ്ണുനീർ തുടച്ചെടുത്തു. പിന്നെ ശിവശങ്കരൻ്റെ താടി പിടിച്ചുയർത്തി. ശിവ, നിന്റെ കണ്ണുനീര് പുരണ്ട ഈ കർച്ചീഫ് ഞാൻ സൂക്ഷിച്ചു വയ്ക്കും. പൂപ്പതി രാമണ്ണയുടെ ജീവിത വിജയത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമായത്. ഇനി അറവുകാട് സാമ്രാജ്യമില്ല. ശിവശങ്കരനില്ലാതെ എന്താ അറവുകാട്? ചത്തകിളിക്ക് എന്തിനാ സ്വർണ്ണക്കൂടും വസന്തകാലവും? ശിവശങ്കരൻ്റെ മിഴികൾ വൈരപ്പൊടി വീണതുപോലെ ഒന്ന് മിന്നി. നിങ്ങൾക്ക് എന്നെ കൊല്ലാം, പക്ഷേ എൻ്റെ മൗലി, അവൻ ചോദിക്കും നിങ്ങളോട് ഇതിനു പകരം. മൗലിയെ തൊട്ടു പുറകിലത്തെ വണ്ടിക്ക് ഞങ്ങൾ പറഞ്ഞു വിടുന്നുണ്ട്. ഡസ്റ്റർ വാനിൽ നിന്ന് ഒരു ചെറിയ ബാഗ് എടുത്തുകൊണ്ട് ദ്രാവിഡമണി തിരിഞ്ഞു.
പിന്നെ അത് തുറന്ന് 10ഓളം സിറിഞ്ചുകളെടുത്ത് പുറത്തേക്ക് വെച്ചു. ശിവശങ്കരൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ദ്രാവിഡമണി നിഷ്കളങ്കമായി ഒന്ന് ചിരിച്ചു. അറവുകാട് ശിവശങ്കരനെ വെട്ടിയോ കുത്തിയോ കൊന്നാൽ അതിനു പുറകെ പൂപ്പതി ഗ്രൂപ്പ് തൂങ്ങാൻ നടക്കണം. ഈ നിൽക്കുന്ന മരുമക്കൾ പോലും നിൽക്കുന്ന നിൽപ്പിൽ മറുകണ്ഠം ചാടിയെന്ന് വരും. അതുകൊണ്ട് ദ്രാവിഡമണി ഒരു സിറിഞ്ചെടുത്തു. പഴയകാല സിനിമയിൽ കാണുന്നത് പോലെ വിഷം കുത്തിവെച്ച് കൊല്ലാനൊന്നുമല്ല, അതും പോസ്റ്റ്മോർട്ടത്തിൽ തെളിയും. ഇത് മരണത്തിൻ്റെ ഒരു ന്യൂ ജനറേഷൻ സ്റ്റൈൽ. എല്ലാ കണ്ണുകളും ദ്രാവിഡമണിയിലായിരുന്നു. ദ്രാവിഡമണി പതിയെ നടന്ന് ശിവശങ്കരൻ്റെ തൊട്ടുമുന്നിലെത്തി. ഒന്നാന്തരമൊരു ഷുഗർ പേഷ്യൻ്റായ അറവുകാട് ശിവശങ്കരൻ കാർ ഓടിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഷുഗർ തീരെ താഴ്ന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നു. ദ്രാവിഡമണി പല്ലുകൾ അമർത്തി ഒന്ന് ചിരിച്ചു. പിന്നെ ഒരു ഡോക്ടറുടെ മട്ടും ഭാവവുമായിരുന്നു ദ്രാവിഡമണിക്ക്. ശരീരത്തിൽ ഓവർഡോസ് ഇൻസുലിൻ ഇൻജക്റ്റ് ചെയ്താൽ രക്തത്തിലെ ഷുഗർ നില താഴും. ഷുഗർ 70-ൽ താഴ്ന്നാൽ ഏതു നിമിഷവും ഹൈപ്പോഗ്ലൈസിമിയ എന്ന അവസ്ഥയുണ്ടാവും. വീണ്ടും വീണ്ടും ഇൻസുലിൻ എടുക്കുമ്പോൾ ഷുഗർ ലെവൽ താഴ്ന്ന് 30-ലും 20-ലും ഒക്കെ എത്തും. ആദ്യം കോമ സ്റ്റേജ്, പിന്നെ ഹാർട്ട് അറ്റാക്ക്. ആ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഒന്നുകിൽ ഗ്ലൂക്കോസ് ഡ്രിപ്പ് അല്ലെങ്കിൽ ഗ്ലൂക്കോഡോൺ എന്ന ഇഞ്ചക്ഷൻ. രണ്ടും ശിവശങ്കരൻ സാറിന് ഇവിടെ കിട്ടില്ല. കാരണം ദ്രാവിഡമണി എന്ന ഡോക്ടർ ഇവിടെ നിൽക്കുന്നത് സാറിൻ്റെ മരണം ഉറപ്പാക്കാനാ. സാറിൻ്റെ അവസാന ഹൃദയമിടിപ്പും ടാറ്റ പറഞ്ഞു പോയിട്ടേ ദ്രാവിഡമണി ഇവിടുന്ന് പോകൂ. എൻ്റെ മൗലി വരും, അതിനു മുൻപ്. ശിവശങ്കരൻ ശക്തി സംഭരിച്ച് ദ്രാവിഡമണിയെ നോക്കി. ദ്രാവിഡമണിയുടെ ചുണ്ടിൻ്റെ കോണിൽ നിസാരമായ ഒരു പുഞ്ചിരിയുണ്ടായി. അറവുകാട് ശിവശങ്കരൻ്റെ ഈ ജന്മം കൂട്ടമണി അടിച്ചു തീരുന്നതിന് മുൻപ് ചന്ദ്രമൗലി വന്നാൽ മൗലിക്ക് സിന്ദാബാദ്. ദ്രാവിഡമണി പതിയെ കുനിഞ്ഞ് ഇൻസുലിൻ നീഡലിൻ്റെ സൂചി ശിവശങ്കരൻ്റെ വയറിലെ തൊലിക്ക് അടിയിലേക്ക് കയറ്റി. അധ്യായം 11. എല്ലാ കണ്ണുകളും അറവുകാട് ശിവശങ്കരൻ്റെ നേരെയായിരുന്നു. ഇൻസുലിൻ്റെ 10ാമത്തെ നീഡലും ദ്രാവിഡമണി തിരികെ പാക്കറ്റിലേക്ക് വെച്ചു. തലവഴി വെള്ളം കോരി ഒഴിച്ചതുപോലെ ശിവശങ്കരൻ്റെ ശരീരം വിയർപ്പിൽ കുളിച്ചിരുന്നു. കണ്ണുകൾ പാതി അടഞ്ഞിട്ടുണ്ട്. കൺപീലികൾക്ക് ഇടയിലൂടെ കണ്ണുനീർ പതിയെ ഇറ്റിറ്റ് ഇറങ്ങുന്നു. കഴിഞ്ഞോ? പൂപ്പതി രാമണ്ണ ദ്രാവിഡമണിയെ നോക്കി. സോക്സിട്ട കൈകൊണ്ട് ദ്രാവിഡമണി അറവുകാട് ശിവശങ്കരൻ്റെ കൺപോളകൾ വിടർത്തി. പിന്നെ കണ്ണിലേക്ക് പെൻടോർച്ച് മിന്നിച്ചു നോക്കി. കൃഷ്ണമണികൾക്ക് നടുവിലെ പ്യൂപ്പിൾ വികസിച്ചു തുടങ്ങുന്നു. ഇപ്പോൾ തീരും. ദ്രാവിഡമണി കൈയെടുത്തു. ശിവശങ്കരൻ്റെ ഇമകൾ പതിയെ താഴ്ന്നടഞ്ഞു. ശിവശങ്കരൻ്റെ തൊണ്ടക്കുഴിയിൽ മാത്രമായിരുന്നു ചെറിയൊരു മിടിപ്പ്. അടുത്ത നിമിഷം ശരീരം ഇലക്ട്രിക് ഷോക്ക് ഏറ്റതുപോലെ ഒന്ന് കുടഞ്ഞു വിറച്ചു. ഓക്കാനിക്കാൻ വരുന്നതുപോലെ വായൊന്ന് പിളർന്നെങ്കിലും ചോരയുടെ ഒരു നേർത്ത ചാൽ മാത്രമാണ് കീഴ്ചുണ്ടിൽ നിന്ന് നെഞ്ചിലേക്കേറ്റത്. പിടലി ഒടിഞ്ഞതുപോലെ തല മുന്നോട്ട് കൂനിപ്പോയി. കഴിഞ്ഞു. നേർത്തൊരു ചിരിയോടെ ദ്രാവിഡമണി പൂപ്പതി രാമണ്ണയെ നോക്കി. വിശ്വാസം വരാത്തതുപോലെ രാമണ്ണ ഒരു നിമിഷം നിന്നു. പിന്നെ പതിയെ നടന്ന് ശിവശങ്കരൻ്റെ അരികിലെത്തി. ശിവ, നീ പോയോ? സത്യമായിട്ട് നീ പോയോ ശിവ? ശരിക്കും ശരിക്കും? രാമണ്ണ കുനിഞ്ഞ് ശിവശങ്കരൻ്റെ കാതിലേക്ക് ചുണ്ടു ചേർത്തു. വന്നില്ല നിന്റെ ചന്ദ്രമൗലി. പക്ഷേ വരും. ഉടൻ നിന്റെ പിന്നാലെ. നിന്നെ കൊന്നതുപോലെ ഇൻസുലിൻ കുത്തിവെച്ചല്ല അവനെ തീർക്കാൻ പോകുന്നത്. കോട്ട മൈതാനത്തിട്ട് പരസ്യമായി വെട്ടിക്കൊല്ലും. പന്നിയെ. 100-ൽ കുറയാത്ത വെട്ടുകൾ. പൂപ്പതി രാമണ്ണയുടെ മുഖം വലിഞ്ഞു മുറുകി. മുതലമടയിലെ ഭൂമിയിൽ ഇനി ഒരേ ഒരു സിംഹം മാത്രം. മുതലമടയിലെ ആകാശത്ത് ഇനി ഒരേ ഒരു സൂര്യൻ മാത്രം. രാമണ്ണ. ഞാൻ പൂപ്പതി രാമണ്ണ. പല്ലുകൾ ചേർത്തമർത്തി രാമണ്ണ ഒന്ന് ചിരിച്ചു. പാവങ്ങളുടെ പരാതി കേൾക്കാനും നീതി നടപ്പാക്കാനുമായി അറവുകാട് ശിവശങ്കരൻ്റെ സമാന്തര സർക്കാർ ഇനിയില്ല. അന്നദാനം, നീതി നിർവഹണം, നിയമവ്യവസ്ഥ പരിപാലിക്കൽ, എല്ലാം ഇനി രാമണ്ണ ചെയ്തോളാം. ജയമോഹൻ. രാമണ്ണ തിരിഞ്ഞ ജയമോഹൻ തമ്പിയെ നോക്കി. എന്താ ഇനി നിങ്ങളുടെ പദ്ധതി? അത് ജയമോഹൻ തമ്പിക്ക് ചോദ്യത്തിൻ്റെ അർത്ഥം മനസ്സിലായില്ല. എടോ, അമ്മായിയപ്പൻ്റെ ചാവിന് എന്ത് മറുപടിയാ നാട്ടുകാരോട് പറയാൻ കരുതി വച്ചേക്കുന്നതെന്ന്. അത് ജയമോഹൻ തമ്പിയുടെ മോണ ചുട്ടുനീറുന്നുണ്ടായിരുന്നു. നാവിൻ്റെ തുമ്പത്തേക്ക് വന്ന ചോരയും ഉമിനീരും തുപ്പിക്കളഞ്ഞിട്ട് ജയമോഹൻ തമ്പി തിരിഞ്ഞു. നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ കാർ ഓടിക്കുന്നതിനിടെ ഷുഗർ താഴ്ന്ന് അറവുകാട് ശിവശങ്കരന് ഹൃദയാഘാതം. പോസ്റ്റ്മോർട്ടത്തിലും അതേ വരൂ. ഓവർഡോസ് ഇൻസുലിൻ ഉള്ളിൽ ചെന്ന് എന്ന് കണ്ടാൽ തന്നെ അത് ശിവശങ്കരൻ സ്വയം കുത്തിവെച്ചതാണെന്നേ കരുതൂ. നമ്മുടെ വണ്ടി വന്ന് ഇടിച്ചതിൻ്റെ ചതവ് കാണും നെഞ്ചിന് താഴെ. അത് കാർത്തികേയൻ ചോദ്യം പൂർത്തിയാക്കും മുൻപ് ദ്രാവിഡമണി അതിനുള്ള ഉത്തരം കണ്ടെത്തിയിരുന്നു. ഹൃദയാഘാതം വന്ന നിമിഷത്തിൽ വണ്ടി ബ്രേക്കിട്ട് നിർത്തിയപ്പോൾ സ്റ്റിയറിംഗ് വീൽ വന്നിടിച്ചതാണ് എന്ന് വരുത്തിയാൽ മതി. സിമ്പിൾ. ദ്രാവിഡമണി തിരിഞ്ഞു. ശിവശങ്കരൻ്റെ കാർ ഹൈവേയിൽ എവിടെയെങ്കിലും ഇട്. ഫോണിൻ്റെ റീസെൻ്റ് കോൾ ലിസ്റ്റിൽ നിന്ന്
സെക്യൂരിറ്റി അയ്യപ്പൻകുട്ടിയുടെ കോൾ ഡീറ്റെയിൽസ് ഡിലീറ്റ് ചെയ്ത് കളയണം. രാത്രി വൈകിയേ ശിവശങ്കരൻ്റെ മരണം പുറലോകം അറിയൂ. നാളെ മുതലമടയിൽ ഹർത്താൽ. നാളെ വൈകുന്നേരം കാണും ശവമടക്ക്, അല്ലേ? ദ്രാവിഡമണി തിരിഞ്ഞ് ജയമോഹൻ തമ്പിയെ നോക്കി. ഉവ്. ജയമോഹൻ തമ്പി തലകുലുക്കി. അങ്ങനെ പുറത്തുനിന്ന് ആരും വരാനില്ല വെയിറ്റ് ചെയ്യാൻ. അവൻ എവിടെ പോയിരിക്കുക ചന്ദ്രമൗലി? സേലത്തിന്. SP വിജയചന്ദ്രൻ്റെ മുഖത്ത് ഒരു പിടപ്പുണ്ടായി. അവൻ ഇതറിയുമ്പോൾ തനിക്ക് നാണമില്ലായോ SP? കവിൾകോട്ടി ചിരിച്ചുകൊണ്ട് ഭൂപതി രാമണ്ണ SP വിജയചന്ദ്രനെ നോക്കി. നിങ്ങളൊരു പോലീസ് സൂപ്രണ്ടല്ലേ? ഒരു ജില്ലയുടെ അധികാരി, ഒരു സേനയുടെ തലവൻ. കയ്യൂക്കും നെഞ്ചുറപ്പും മാത്രം ക്യാപിറ്റലായിട്ടുള്ള ചന്ദ്രമൗലി എന്നൊരു ക്രിമിനലിനെ നിങ്ങൾ ഭയക്കുന്നുവെന്നാൽ? ഭയമല്ല, ഭയം തന്നെ. നേർക്കുനേർ നിന്ന് വീഴ്ത്താൻ പറ്റാത്ത മൃഗത്തെ കെണിവെച്ച് പിടിക്കണം, കെണിവെച്ച് വീഴ്ത്തണം. സിംഹത്തെ കൂട്ടിലാക്കുന്നത് അതുമായിട്ട് മുഖാമുഖം നിന്ന് പഞ്ചഗുസ്തി മത്സരം നടത്തിയിട്ടല്ല, ചതിക്കൂട് ഒരുക്കിയ. കെണി? SP വിജയചന്ദ്രൻ്റെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു. തല ചെരിച്ച് അയാൾ ജയമോഹൻ തമ്പിയെ ഒന്ന് നോക്കി. ചന്ദ്രമൗലിക്ക് വേണ്ടി ഒരുങ്ങുന്നുണ്ട് ഒന്നാന്തരം ഒരു കെണി, അണിയറയിൽ. ജയ. ദ്രാവിഡമണി തിരിഞ്ഞ് ജയമോഹൻ തമ്പിയെ നോക്കി. പറ്റുമെങ്കിൽ ചന്ദ്രമൗലി വിവരമറിഞ്ഞ് തിരിച്ചു വരും മുൻപ് ശിവശങ്കരൻ്റെ ചിത കത്തിത്തീർന്നിരിക്കണം. ദക്ഷിണ വാങ്ങി അനുഗ്രഹിച്ചു വിട്ട ശിവശങ്കരൻ്റെ ചാരമേ ആ നായിൻ്റെ മോൻ തിരിച്ചു വരുമ്പോൾ കാണാവൂ. വളർത്തച്ഛൻ്റെ ചാരത്തിൽ നിന്ന് ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ ചന്ദ്രമൗലി പറന്നുയരുമോ എന്ന് നോക്കാം. ദ്രാവിഡമണി തിരിഞ്ഞ് ഗുണ്ടകളെ നോക്കി. ഡേയ് ഹിമാചലം, ആണ്ടവ പെരുമാൾ, ഇന്ത പോണം എടുത്ത് അന്ത ബെൻസുക്കുള്ളെ പോടരാ. ഗുണ്ടകൾ ഇരു കൈയിലും സോക്സ് ധരിച്ച് റെഡിയായി നിൽക്കുകയായിരുന്നു. അവർ മുൻപോട്ട് വന്ന് ശിവശങ്കരൻ്റെ ജീവനറ്റ ശരീരം കോരിയെടുത്തു. പിന്നെ പുറത്തേക്ക് കൊണ്ടുപോയി. ജയ. ദ്രാവിഡമണി ജയമോഹൻ തമ്പിയെ നോക്കി. ഒരു നോട്ടം കൊണ്ടുപോലും ഒരിടത്തും പിഴയ്ക്കരുത്. അർദ്ധരാത്രിയോടെ നിങ്ങൾ തന്നെ വേണം ശിവശങ്കരൻ്റെ കാർ കണ്ടെത്താനും മരണം ഡിക്ലെയർ ചെയ്യാനും ബോഡി ഏറ്റെടുത്ത് വീട്ടിലെത്തിക്കാനും. അതിനു മുൻപ് ഡോക്ടർമാരെ കാണേണ്ട രീതിയിൽ കണ്ട് പോസ്റ്റ്മോർട്ടം ഒഴിവാക്കണം. മരണകാരണം ഹൃദയാഘാതം. അങ്ങനെ തന്നെ വരണം കേസ് ഷീറ്റിൽ. ജയമോഹൻ തമ്പി തലകുലുക്കി. പറഞ്ഞതുപോലെ നാളെ പാലക്കാട് ജില്ലയിലും മുതലമടയിലും ഒക്കെ ഹർത്താലായിരിക്കും. ഏത് ഹർത്താലും മറികടന്ന് അവൻ വരും. ചന്ദ്രമൗലി. ഹിമാചലം. ദ്രാവിഡമണി ഉറക്കെ വിളിച്ചു. ശിവശങ്കരൻ്റെ ജഡം ബെൻസിൽ വച്ചിട്ട് ഹിമാചലം തിരികെ ഗോഡൌണിനുള്ളിലേക്ക് വരുന്നുണ്ടായിരുന്നു. ദ്രാവിഡമണി തിരിഞ്ഞ് ഹിമാചലത്തെ നോക്കി. രഘുപതിയുടെ നേതൃത്വത്തിൽ നിങ്ങൾ നാളെ രാവിലെ മുതൽ അറവുകാട് ബംഗ്ലാവിൻ്റെ മുറ്റത്തുണ്ടാവണം. ശിവശങ്കരൻ്റെ ചിത കത്തിയമർന്ന് തീരും വരെ കാഴ്ചക്കാരുടെ റോളിൽ. ദ്രാവിഡമണി ഒന്ന് നിർത്തി പിന്നെ പറഞ്ഞു. ചന്ദ്രമൗലി വരും, അതുറപ്പാ. വന്നിട്ട് ജയമോഹൻ തമ്പി സാറിനും SP വിജയചന്ദ്രൻ സാറിനുമെതിരെ, അവരുടെ വാക്കുകൾക്കും കൽപ്പനകൾക്കുമെതിരെ ഒരു ചെറുവിരൽ അനക്കാനോ ഒരു ചൂട് വയ്ക്കാനോ അവൻ ശ്രമിച്ചാൽ പിന്നെ ഇവർ പറയുന്നത് നിങ്ങൾ അനുസരിച്ചേക്കുക. യമകിങ്കരന്മാരെ പോലെ ഹിമാചലം തലകുലുക്കി. അപ്പം ജയ എല്ലാം പറഞ്ഞതുപോലെ. രാമണ്ണ തിരിഞ്ഞ് ഡസ്റ്റർ വാനിലേക്ക് കയറി. ശിവശങ്കരൻ്റെ ബെൻസ് കാർ എൻ്റെ ആളുകൾ നിങ്ങൾ പറയുന്നിടത്ത് ഇട്ടുതരും. ശിവശങ്കരനെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് മാറ്റിത്തരും. നാളെ അറവുകാട് വീടിൻ്റെ മരണപ്പന്തലിൽ കാണാം. ഡസ്റ്റർ വാനിൻ്റെ ഡോർ അടഞ്ഞു. ഡ്രൈവിംഗ് സീറ്റിലേക്ക് ദ്രാവിഡമണി കയറി. പിൻസീറ്റിലേക്ക് കാർത്തികേയനും വീരബാഹുവും. പുറത്തു വീണ്ടും മഴ ഇരച്ചു പെയ്തു തുടങ്ങിയിരുന്നു. വരാന്തയിലിരുന്ന് മഴ കാണുകയായിരുന്നു ചിലങ്ക. മിന്നലിൻ്റെ നീല വെളിച്ചത്തിൽ മാമ്പഴത്തോട്ടങ്ങൾക്ക് താഴെ റോഡ് കാണാം. എവിടെയോ മല ഇടിഞ്ഞിട്ടുണ്ടെന്ന് കേട്ടു. ചരക്കു ലോറികൾ മുന്നോട്ട് നീങ്ങാനാവാതെ മഴയിൽ കുടുങ്ങി റോഡരികിൽ കിടപ്പുണ്ട്. എവിടാ? ചന്ദ്രമൗലിക്ക് ഇത് 4ാമത്തെ തവണയാണ് ഒരേ മെസ്സേജ് തന്നെ ചിലങ്ക അയക്കുന്നത്. മറുപടിയില്ല. സേലം വരെ പോകുന്നു എന്ന് പറഞ്ഞ് 4 മണിക്ക് ചന്ദ്രമൗലി വിളിച്ചിരുന്നു. തിരിച്ചെന്തെങ്കിലും ചോദിക്കും മുൻപ് കോൾ കട്ടായി. എടി. അടുക്കള വാതിൽക്കൽ സുധയുടെ ഉച്ചത്തിലുള്ള വിളി കേട്ടു. ചിലങ്ക തിരിഞ്ഞു. കഴിഞ്ഞില്ലേ നിന്റെ മെസ്സേജ് അയപ്പ്? 24 മണിക്കൂറും ഒരു ഫോണും തിന്നോണ്ട് ഇരുന്നോണം. ഞാൻ പിന്നെ എന്തോ വേണം? ചിലങ്കയ്ക്ക് ദേഷ്യം വന്നു. ഞാൻ മൗലിക്ക് മെസ്സേജ് അയക്കുന്നത് അമ്മ ആദ്യമായിട്ട് കാണുകയാണെന്ന് തോന്നുമല്ലോ പറച്ചിൽ കേട്ടാൽ. മൗലിക്ക് മെസ്സേജ് അയച്ചു. സുധയുടെ കണ്ണുകൾ ഒന്നുകൂടി തുറച്ചു. അവന് മെസ്സേജും അയച്ചുകൊണ്ടിരുന്നു. നീ നിന്റെ ഭാവി സ്വയം നശിപ്പിക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. അമ്മ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ചിലങ്കയുടെ മിഴികൾ ജ്വലിച്ചു. ഞാനും മൗലിയും തമ്മിലുള്ള ബന്ധം അമ്മയ്ക്കറിയാവുന്നതല്ലേ? പിന്നെന്താ ഇപ്പോഴൊരു പുതുക്കം? അതിന് വളം വെച്ചത് എനിക്ക് പറ്റിയ തെറ്റ്. സുധ പിറുപിറുത്തുകൊണ്ട് വരാന്തയുടെ അരമതിലിലേക്കിരുന്നു. നിന്റെ സന്തോഷം മാത്രമേ ഞാൻ നോക്കിയുള്ളൂ. അതുകൊണ്ട് സമ്മതിച്ചു പോയതാ. പക്ഷേ വേണ്ടായിരുന്നുവെന്ന് തോന്നുക. എന്നെങ്കിലും ഒരിക്കൽ നടുറോഡിൽ കിടന്ന്
ഏതെങ്കിലും പുരത്തിൻ്റെ പിച്ചാത്തിപ്പിടിക്ക് തീർന്നു പോകേണ്ടവൻ്റെ കൂടെ എന്ത് ജീവിത സുരക്ഷിതമാണടി നിനക്കുണ്ടാവുക? അമ്മേ, ചിലങ്ക ചാടി എണീറ്റു. ഇനി ഒരക്ഷരം മിണ്ടരുത് നിങ്ങൾ. ചിലങ്കയുടെ സ്വരം ചുട്ടുപൊള്ളുന്നുണ്ടായിരുന്നു. ഒരുപാട് വലിയ വലിയ ആഗ്രഹങ്ങളുള്ള മനസ്സാണ് അമ്മയുടേതെന്ന് എനിക്കറിയാം. എൻ്റെ ജീവിതത്തെ ചുറ്റിപ്പറ്റി വേണ്ട അത്. എൻ്റെ ജീവിതം എങ്ങനെ ജീവിച്ചു തീർക്കണമെന്ന് എനിക്കറിയാം. ഞാൻ നിന്റെ ഭാവിയെ ഓർത്ത് ചതഞ്ഞ സ്വരത്തിൽ സുധ ന്യായീകരിക്കാൻ ഒരു ശ്രമം നടത്തി. എന്തു ഭാവി? ഞാൻ ആഗ്രഹിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന ആളിനൊപ്പം ജീവിക്കുന്നതാ എൻ്റെ ഭാവി, അല്ലാതെ. ചിലങ്ക ഫോണുമായി എണീറ്റു. പിന്നെ സുധ പെട്ടെന്ന് സ്വരത്തിന് ഒരു മയം വരുത്തി. നിന്നോട് ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയായിരുന്നു. എന്താ? ഇന്ന് പകല് ഒരാൾ ഇവിടെ വന്നായിരുന്നു. ആര്? ഒന്നറച്ചതിന് ശേഷമാണ് സുധ മറുപടി പറഞ്ഞത്. അറവുകാട്ടെ കൊച്ചു മുതലാളിയില്ലേ, ജയമോഹൻ തമ്പി സാറ്? ആ സാറ്. ചിലങ്കയുടെ കണ്ണുകളിൽ ഒരു ഞെട്ടലുണ്ടായി. ജയമോഹൻ തമ്പിയോ? ആ വഷളനെന്തിനാ ഇവിടെ വന്നത്? സുധയ്ക്ക് ചിലങ്കയുടെ ആ ചോദ്യം ഇഷ്ടപ്പെട്ടില്ല. പണക്കാരൻ്റെ യാതൊരു പത്രാസുമില്ലാത്ത ഒരു സാറ് മുതലമടയിലെ അദ്ദേഹത്തിൻ്റെ ടൊയോട്ട ഷോറൂമിലേക്ക് റിസപ്ഷനിൽ നിൽക്കാനും കണക്കുകൾ നോക്കാനും ഒക്കെയായിട്ട് നല്ല വിദ്യാഭ്യാസവും സൗന്ദര്യവുമുള്ള ഒരു മിടുക്കി കുട്ടിയെ വേണം. നിന്നെ വിടാമോന്ന് ചോദിച്ചു. ഞാൻ സമ്മതിച്ചു. വിടാന്ന്. സമ്മതിച്ചെന്നോ? ചിലങ്കയുടെ കണ്ണുകൾ ജ്വലിച്ചു. ആര് സമ്മതിച്ചു? ഞാൻ. സുധയ്ക്കും ദേഷ്യം അടക്കാനായില്ല. ഞാൻ തീരുമാനിച്ചാൽ പോരെ നിന്റെ കാര്യം? അതോ അവൻ തീരുമാനിക്കണോ നിന്റെ കാര്യം? മൗലി. അതെ, മൗലി തന്നെയാ എൻ്റെ കാര്യം തീരുമാനിക്കുന്നത്. അമ്മ എവിടെയെങ്കിലും ജോലിക്ക് ചെല്ലാമെന്ന് ആരോടെങ്കിലും സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ പോണം. ചിലങ്ക വെട്ടിത്തിരിഞ്ഞ് മുറിയിലേക്ക് കയറി. പിന്നെ വാതിൽ വലിച്ചടച്ചു. ചിലങ്കയ്ക്ക് കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. മുതലമട SI സാബു ഇമ്മാനുവലാണ് ആദ്യം ഷോളയാർ റോഡിൽ അറവുകാട് ശിവശങ്കറിൻ്റെ ബെൻസ് കിടക്കുന്നത് കണ്ടത്. ഇരച്ചു പെയ്യുന്ന മഴയിൽ കുളിച്ച് പടുകൂറ്റൻ ബെൻസ്. 2 മണിക്കൂർ കഴിഞ്ഞ് സാബു ഇമ്മാനുവൽ തിരിച്ചു വന്നപ്പോഴും കാർ അതേപടി കിടക്കുന്നുണ്ട്. ഏണിക്കേസാണ് സുഗുണ. പോലീസ് ഡ്രൈവറെ നോക്കിയിട്ട് സാബു ഇമ്മാനുവൽ മഴയിലേക്ക് ഇറങ്ങി. ബെൻസിൻ്റെ ഡോറിൽ പിടിച്ചതേയുള്ളൂ. ഡോർ മലർക്കെ തുറന്നു. സ്റ്റിയറിംഗ് വീലിലേക്ക് തല ചായ്ച്ച് ശിവശങ്കരൻ കിടപ്പുണ്ടായിരുന്നു. ഓണപ്പൂസ് കഴിഞ്ഞില്ലേ? പിറുപിറുത്തുകൊണ്ട് SI സാബു ഇമ്മാനുവൽ ശിവശങ്കറിൻ്റെ ശരീരം പിടിച്ചു മലർത്തി. അടുത്ത നിമിഷം അയാളുടെ മുഖത്തൊരു നടുക്കമുണ്ടായി. ശിവശങ്കരൻ സാറേ. മരണത്തിൻ്റെ തണുപ്പ് മഴയിലും സാബു ഇമ്മാനുവലിൻ്റെ വിരലുകൾ അറിഞ്ഞു. മഴ അല്പം തോർന്നത് വൈകുന്നേരം 3 മണിയോടെയാണ്. അറവുകാട് ശിവശങ്കറിൻ്റെ മരണത്തിലുള്ള ദുഃഖാചരണത്തിൻ്റെ ഭാഗമായി മുതലമടയിൽ ഹർത്താലായിരുന്നു. അറവുകാട് വീടിൻ്റെ മുൻപിലെ വിശാലമായ മൈതാനത്ത് വലിയ ഒരു പന്തൽ തീർത്തിരുന്നു. അതിന് നടുവിൽ പൂക്കളുടെ ഒരു കൂമ്പാരത്തിന് നടുവിൽ മിഴികളടച്ച് അറവുകാട് ശിവശങ്കരൻ. രേവതിയും പെൺമക്കളും കരഞ്ഞു തളർന്ന് അരികെ ഇരിപ്പുണ്ടായിരുന്നു. ജയമോഹൻ തമ്പിയും വിജയചന്ദ്രനും എല്ലാ കാര്യങ്ങൾക്കുമായി ഓടി നടക്കുന്നു. റോഡിൽ നിന്ന് അറവുകാട് ബംഗ്ലാവിലേക്കുള്ള വഴിയുടെ ഇരുവശവും കുടച്ചുകൂടി ആളുകൾ നിൽപ്പുണ്ടായിരുന്നു. ചന്ദ്രമൗലി വന്നില്ലേ ഇതുവരെ? ആളുകൾ പരസ്പരം ചോദിക്കുന്നുണ്ടായിരുന്നു. അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന്. യാത്രയിലാണെന്ന്. കഷ്ടമായി പോയല്ലോ. ഇത്രയും കാലം നിഴല് പോലെ കൂടെ നടന്നിട്ട് അവസാനമായിട്ട് ഒന്ന് കാണാൻ പറ്റില്ലെന്ന് വെച്ചാൽ ഇനിയിപ്പം ആരെയും നോക്കാനില്ലല്ലോ. അടുത്ത മഴയ്ക്ക് മുൻപ് എടുത്താലോ? കർമ്മി ജയമോഹൻ തമ്പിയെ നോക്കി. ഓ ആയിക്കോട്ടെ. കുളിച്ച് ഈറിനോടെ കച്ചമുണ്ടെടുത്ത് നിൽക്കുകയായിരുന്നു ജയമോഹൻ തമ്പിയും വിജയചന്ദ്രനും. എങ്കിൽ പിന്നെ എടുക്കാം. ശിവശങ്കറിൻ്റെ ശരീരം എടുക്കാനായി ജയമോഹൻ തമ്പിയും വിജയചന്ദ്രനും മുൻപോട്ട് വന്നു. ജയ. രേവതി ജയമോഹനെ നോക്കി. മൗലി വന്നിട്ട്. മൗലി. സുപ്രിയ പല്ല് കടിച്ചു. ജയേട്ടാ അച്ഛനെ എടുക്ക്. തലക്കിലും കാൽക്കലും പിടിച്ച് ജയമോഹൻ തമ്പിയും വിജയചന്ദ്രനും ശിവശങ്കറിൻ്റെ ശരീരമെടുത്തു. 4-5 ചെറുപ്പക്കാരും സഹായിക്കാൻ കൂടി. ചിതയുടെ അടുത്തുവരെ പന്തലിട്ടിരുന്നു. ചിതയ്ക്ക് മീതെയും ഉയരത്തിൽ നാഗത്തകിടുകൊണ്ട് ഒരു പന്തൽ. മഴ പെയ്താലും ചിത അണയാതിരിക്കാൻ ശിവശങ്കറിൻ്റെ ശരീരം ദർഭപ്പായയിൽ കിടത്തി ചിതയിലേക്ക് വെച്ചു. അടുത്ത നിമിഷം റോഡിൻ്റെ അങ്ങേയറ്റത്ത് നിന്ന് ഒരു ഹോൺ കേട്ടു. കുടച്ചൂടി നിൽക്കുന്ന ആളുകൾക്ക് നടുവിലൂടെ ഹെഡ്ലൈറ്റുകൾ തെളിച്ച് കൊടുങ്കാറ്റുപോലെ ഒരു ടാറ്റ സഫാരി ചീറി വരുന്നുണ്ടായിരുന്നു. ചന്ദ്രമൗലി വരുന്നു. ആളുകൾക്കിടയിൽ ഒരു മർമ്മരമുണ്ടായി. ശിവശങ്കറിൻ്റെ ചിതയ്ക്ക് 50 അടി മാറ്റി ടാറ്റ സഫാരി പാളി നിന്നു. ഡോർ തുറന്ന ചന്ദ്രമൗലി പുറത്തേക്കിറങ്ങി. കാവിമുണ്ടും വെള്ള ഷർട്ടുമായിരുന്നു ചന്ദ്രമൗലിയുടെ വേഷം. വൈരപ്പൊടി വീണതുപോലെ മിഴികൾ മിന്നിക്കൊണ്ടിരുന്നു. മൗലി. അലറിക്കരഞ്ഞുകൊണ്ട് ഉണ്ണിമായ ഓടി വരുന്നുണ്ടായിരുന്നു. ചന്ദ്രമൗലിയുടെ നെഞ്ചിലേക്ക് ഉണ്ണിമായ ആർത്തലച്ചു വീണു. നമ്മുടെ അച്ഛൻ പോയി മൗലി. ചന്ദ്രമൗലിയുടെ മുഖം വേദന കൊണ്ട് ഒന്ന് വലിഞ്ഞു മുറുകി. ഉണ്ണിമായയെ ചേർത്ത് പിടിച്ചുകൊണ്ട്
ചന്ദ്രമൗലി ചുറ്റുമൊന്നു നോക്കി. ശിവശങ്കറിൻ്റെ ശരീരത്തിനു മീതേക്ക് വിറകുകൊള്ളികൾ അടുക്കുകയാണ്. നനഞ്ഞ ശരീരവുമായി ജയമോഹൻ തമ്പിയും വിജയചന്ദ്രനും നിൽക്കുന്നു. അതിനു പിന്നിൽ സുപ്രിയയുടെയും സുചിത്രയുടെയും ചുമലിൽ ബലം പിടിച്ച് രേവതി. ആൾക്കൂട്ടത്തിന് നടുവിൽ പൂപ്പതി രാമണ്ണയും മക്കളും. അവരുടെ ചുണ്ടുകളിൽ ഒരു പുച്ഛച്ചിരി ചന്ദ്രമൗലി കണ്ടു. മൗലി, രേവതി ഉറക്കെ കരഞ്ഞു. നിനക്ക് കാണണ്ടേ നിന്റെ അച്ഛനെ? പുതുതായിട്ട് ഇനി ആരും കാണുന്നില്ല. ജയമോഹൻ തമ്പി വീറോടെ രേവതിയെ നോക്കി. ചിതയ്ക്ക് തീ കൊളുത്താൻ പോവുക. അവനൊന്ന് കണ്ടോട്ടെ മോനെ. രേവതി കൈകൂപ്പി. തൻ്റെ ഞരമ്പുകളിലെ ചോര ചുട്ടെരിയുന്നത് ചന്ദ്രമൗലി അറിഞ്ഞു. ഉണ്ണിമോളെ. ചന്ദ്രമൗലി ഉണ്ണിമായയെ നെഞ്ചിൽ നിന്ന് പതിയെ അടർത്തി. പോയി അമ്മയുടെ അടുത്ത് നിൽക്കുക പോ. മുരൾച്ച പോലെയായിരുന്നു മൗലിയുടെ സ്വരം. ഉണ്ണിമായ കരഞ്ഞുകൊണ്ട് രേവതിയുടെ അടുത്തേക്ക് നടന്നു. ചന്ദ്രമൗലി ഒന്ന് നിവർന്നു നിന്നു. അടുത്ത നിമിഷം അടിച്ചു പറപ്പിക്കാനുള്ള കരുത്തോടെ കാറ്റ് വീശാൻ തുടങ്ങി. അടുത്ത മഴ ആർത്തലച്ച് താഴേക്ക് വന്നു. അരനിമിഷം കൊണ്ട് ചന്ദ്രമൗലി നനഞ്ഞു കുതിർന്നു. ഷർട്ടിൻ്റെ കോളറിന് താഴെ പിടിച്ച് ചന്ദ്രമൗലി ഇരുവശത്തേക്കും ഒന്ന് വലിച്ചു. ബട്ടണുകൾ ഓരോന്നായി പൊട്ടി താഴേക്ക് വീണു. ചന്ദ്രമൗലി ഷർട്ട് ഊരി പിന്നിലേക്ക് വിട്ടു. കാറ്റിലൂടെ പറന്നുപോയ ഷർട്ട് ടാറ്റ സഫാരിയുടെ ഫ്രണ്ട് ഗ്ലാസിൽ പോയി പറ്റിപ്പിടിച്ചിരുന്നു. ചന്ദ്രമൗലിയുടെ നോട്ടം ശിവശങ്കറിൻ്റെ ചിതയ്ക്ക് നേരെയായിരുന്നു. വിറക് കമ്പുകൾ വന്ന് ശിവശങ്കറിൻ്റെ മുഖവും മൂടി. ചന്ദ്രമൗലി വലതു കൈയിലെ വിരലുകൾ ഒന്നും മടക്കി. പിന്നെ ചെരുപ്പൂരി പിന്നിലേക്ക് തെറിപ്പിച്ചു. ചന്ദ്രമൗലിയുടെ തിരുനെറ്റിയിലെ കുങ്കുമം മഴയിൽ കുതിർന്ന് ചോരത്തുള്ളികൾ പോലെ മൂക്കിൻ തുമ്പിലേക്ക് ഇറ്റു വീഴുന്നുണ്ടായിരുന്നു. മഴവെള്ളം ചിതറിച്ചുകൊണ്ട് ചന്ദ്രമൗലി മുന്നോട്ടു വന്നു. ഭൂപതി രാമണ്ണ തിരിഞ്ഞ് ആൾക്കൂട്ടത്തിന് ഇടയിൽ നിന്ന് തൻ്റെ ആളുകളെ ഒന്ന് നോക്കി. രഘുപതിയുടെ നേതൃത്വത്തിൽ ഹിമാചലവും ആണ്ടവ പെരുമാളും ആളുകളും മഴയിലേക്കിറങ്ങി. ശ്വാസമടക്കി നിൽക്കുകയായിരുന്നു ജനക്കൂട്ടം. ആണ്ടവ പെരുമാളായിരുന്നു ഇരു കൈയും വിരിച്ചു പിടിച്ച് മുന്നിൽ. സ്റ്റോപ്പ്. തല ചരിച്ചു പിടിച്ച ആണ്ടവ പെരുമാൾ ചന്ദ്രമൗലിയെ നോക്കി. ഇവിടെ നിന്ന് ഒരു ചുവട് പോലും നീ മുന്നോട്ട് വയ്ക്കരുതെന്ന് ജയമോഹൻ തമ്പി സാറിൻ്റെ ഓർഡറുണ്ട്. ചന്ദ്രമൗലി ആണ്ടവ പെരുമാളിൻ്റെ കണ്ണുകളിലേക്കൊന്ന് നോക്കി. ചുണ്ടുകൾ അനക്കിയില്ല. പകരം വലതു കൈ പിന്നിലേക്ക് കറക്കിയിട്ട് ഒറ്റയടി. ഇടിച്ചു കയറിയതുപോലെ ചന്ദ്രമൗലിയുടെ കൈ ആണ്ടവ പെരുമാളിൻ്റെ നെഞ്ചിനും വയറിനും മധ്യത്തിൽ നിന്നു. ആണ്ടവ പെരുമാളിൻ്റെ കണ്ണുകൾ പിന്നോട്ട് മറിഞ്ഞു. ചന്ദ്രമൗലിയുടെ ചുമലിലേക്ക് തന്നെ അയാൾ കുഴഞ്ഞു വീണുപോയി. ആണ്ടവ പെരുമാളിൻ്റെ കോളറിൽ പിടിച്ച് ചന്ദ്രമൗലി പിന്നിലേക്ക് ഒരേറ് വെച്ചു കൊടുത്തു. മഴയിലൂടെ അയാളുടെ ശരീരം നിരങ്ങിപ്പോകുന്ന ശബ്ദം മാത്രം കേട്ടു. പിന്നെ മുന്നിലേക്ക് വന്നത് ഹിമാചലമായിരുന്നു. ഡേയ്, എൻ്റെ അച്ഛനെ കാണാൻ എനിക്ക് നിൻ്റെയൊക്കെ അനുവാദം വേണോടാ. മുറിവേറ്റ സിംഹത്തിൻ്റെ മുരൾച്ച പോലെയായിരുന്നു ചന്ദ്രമൗലിയുടെ സ്വരം. ഇരു കൈകളും ചന്ദ്രമൗലി പിന്നിലേക്ക് ഒന്ന് വിടർത്തി. പിന്നെ വലതുകാൽ ഉയർത്തി ഹിമാചലത്തിൻ്റെ കഴുത്തിന് താഴെ നെഞ്ചിലൊരു ചവിട്ട്. 4 അടി ഉയരത്തിൽ ഹിമാചലത്തിൻ്റെ ശരീരം വായുവിലേക്ക് ഉയർന്നു. പിന്നെ മഴയിലൂടെ പിന്നിലേക്ക് പറന്നുപോയി. അടുത്ത ഭാഗം നാളെ.